സ്തോത്രം കർത്താവേ. നാഥ, കഴിഞ്ഞ മണിക്കൂറുകൾ ഞങ്ങൾ തിരുസന്നിധിയിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ പാടി പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ വിഷയങ്ങളെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ചു. അല്പസമയം ഞങ്ങൾ ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ പങ്കുവെക്കുവാൻ, ഞങ്ങൾ അന്യോന്യം ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ വിഷയങ്ങളെ പ്രാർത്ഥനയ്ക്കായി ഓർപ്പിപ്പാൻ, അനുഭവങ്ങളെ പങ്കുവെക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അതിനായി സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ വചനം കേൾക്കുന്ന ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ. വിശേഷാൽ കർത്താവ് ഷിബു പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആണ്ടുകളിൽ ഈ പട്ടണത്തിൽ കർത്താവ് അങ്ങയുടെ മഹത്വമുള്ള വേല വളരെ ശക്തിയോട് ചെയ്യുവാൻ ഇടയാക്കിയല്ലോ. നിന്റെ മകന് കർത്താവെ അവിടുത്തെ ഹിതപ്രകാരം സൗത്തിലേക്ക് കടന്നു പോകുന്നല്ലോ. എന്റെ ദൈവമേ, നിന്റെ മകനോട് കൂടെ ഇരിക്കണമേ. കർത്താവ് 10-ാം തീയതി യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നല്ലോ. ഏറ്റവും അനുഗ്രഹമായ നിലയിൽ സുരക്ഷിതമായി യാത്ര ചെയ്യുവാൻ സഹായിക്കണമേ. കർത്താവെ, ധനിദേശത്ത് നിന്ന് കടന്നു പോകുന്നത് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങളോടുകൂടെ ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവെ കൂട്ടായ്മ ആചരിക്കുകയും നിന്റെ വചനം ഞങ്ങളോട് ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവ്, വിവിധ ഭവനങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ ആരാധന സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് തിരുനാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടുത്തണമേ. പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കേണം നല്ല പിതാവേ. ഒരു പാട്ടിന്റെ ചരണങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പാട്ട് പാടാൻ ആരെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ പാടാം. ബ്രദർ എബിസൺ ഓൺ ദ ലൈൻ. ലെബിൻ ബ്രദർ ഒരു പാട്ട് എടുത്തെങ്കിൽ പാട്. Brother Flebin, can you just lead us in this song? Brother Ebison is not there on the call. Brother Flebin. Hello. Yes, take up. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തെ അല്പസമയം പാടി സ്തുതിക്കാം. ഇന്ന് പകൽക്കാലം വിശുദ്ധ സഹായമായി നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നൽകി ദൈവകൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ചേർന്ന് നമുക്ക് പാടി സ്തുതിക്കാം. എന്നുള്ളമേ സ്തുതിക്ക നീ എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. നിന്നല്ലാകെ നീക്കി നിന്നെ സ്വന്തമായി അണച്ചതാ. നിന്നല്ലാകെ നീക്കി നിന്നെ സ്വന്തമായി അണച്ചതാ. ആനന്ദഗീതമേകിടാ നന്ദിയാൽ വണങ്ങിടാം അവൻ പാദം. ആനന്ദഗീതമേകിടാ നന്ദിയാൽ വണങ്ങിടാം അവൻ പാദം. എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ. എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ. എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ. എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. പാപാന്നവത്തിലാദിയോടലഞ്ഞുഴഞ്ഞ പാപിയേ. പാപാന്നവത്തിലാദിയോടലഞ്ഞുഴഞ്ഞ പാപിയേ. കോപാഗ്നിയിൽ പതിക്കുവാനടുക്കലായ ദോഷിയേ. കോപാഗ്നിയിൽ പതിക്കുവാനടുക്കലായ ദോഷിയേ. ഇരഞ്ഞണഞ്ഞ നാഥനെ മനം തെളിഞ്ഞു മോദമായി സ്തുതിച്ചിടാ. തിരഞ്ഞണഞ്ഞ നാഥനെ മനം തെളിഞ്ഞു മോദമായി സ്തുതിച്ചിടാ.
എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ, എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ. എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. ശുദ്ധാത്മദാനമേകി സ്വർഗഭാഗ്യമേ ഇഹത്തിലും, ശുദ്ധാത്മദാനമേകി സ്വർഗഭാഗ്യമേ ഇഹത്തിലും. പിതേ നിറഞ്ഞ നീതിയും സമാനമറ്റ ശാന്തിയും, ചിത്തേ നിറഞ്ഞ നീതിയും സമാനമറ്റ ശാന്തിയും. സമ്മോദവും പകർന്നുതാ പ്രത്യാശയും വളർത്തിതാ സ്തുതിച്ചിടാം. സമ്മോദവും പകർന്നുതാ പ്രത്യാശയും വളർത്തിതാ. എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ, എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ. എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. കഷ്ടങ്ങൾ എത്രയേറിലും കലങ്ങിടാതെ നിത്യവും, കഷ്ടങ്ങൾ എത്രയേറിലും കലങ്ങിടാതെ നിത്യവും. ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതിന്നോളവും, ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതിന്നോളവും. കണ്ണിൻ മണിക്ക് തുല്യമാ എണ്ണുന്നതിനു തക്കതാ സ്തുതിച്ചിടാ. കണ്ണിൻ മണിക്ക് തുല്യമാ എണ്ണുന്നതിനു തക്കതാ സ്തുതിച്ചിടാ. എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ, എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ. എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. രോഗത്തിനേറ്റ വൈദ്യനാമവൻ നിനക്കനാരദം, രോഗത്തിനേറ്റ വൈദ്യനാമവൻ നിനക്കനാരദം. വയ്ക്കുന്ന നന്മകൾക്കൊരന്തമില്ല തന്തയാപരം, വയ്ക്കുന്ന നന്മകൾക്കൊരന്തമില്ല തന്തയാപരം. കാക്കുന്നുവൻ കൃപാകരം ചെറുക്കില്ലൊരാമയം സ്തുതിച്ചിടാ. കാക്കുന്നുവൻ കൃപാകരം ചെറുക്കില്ലൊരാമയം സ്തുതിച്ചിടാ. എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ, എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ. എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. എന്നന്തരംഗമേ അവന്റെ മറപ്പതോ, എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ. എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. കർത്താവിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഈ ലൈവ് പ്ലാറ്റ്ഫോമിൽ സംബന്ധിക്കുന്ന എല്ലാ വാത്സല്യ ദൈവമക്കൾക്കും കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പല പ്രിയപ്പെട്ടവർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് എന്നറിയുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഭവനങ്ങളിൽ നമ്മളായിരുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പാട്ടുകളെയൊക്കെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. നമ്മൾ സങ്കീർത്തന ഭാഗം വായിച്ചു. തുടർന്ന് അല്പസമയം നമ്മുടെ വിഷയങ്ങളൊക്കെ ദൈവസന്നിധിയിൽ പങ്കുവെക്കുവാൻ കടന്നു വന്നതാണ്. പ്രിയ കോസ്റ്റാന്റെ വിഷയം ദൈവമക്കൾ അറിയുന്നല്ലോ. ദൈവം സൗഖ്യം കൊടുത്ത് ആശ്വാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഡിസ്ചാർജ് ചെയ്യുന്ന വിവരം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ആ വിഷയങ്ങളൊക്കെ പ്രിയപ്പെട്ടവർ നമ്മളുമായി പങ്കുവെക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ വായിച്ച സങ്കീർത്തനം നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യം, യഹോവയായ ദൈവം പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാര് വൃഥാ കാത്തിരിക്കുന്നു.
ജാഗരിക്കുന്നു എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിച്ചു. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവരുടെ അധ്വാനം വ്യർത്ഥമായി പോകുന്നു എന്ന് നമ്മൾ വായിച്ചു. എന്നാൽ ആ സങ്കീർത്തനത്തിൽ ഒരു ദൈവ പൈതലിന് ദൈവം കൊടുത്തിരിക്കുന്ന സുരക്ഷിതത്വം, അല്ലെ ഒരു ദൈവ പൈതലിന് ദൈവം നൽകുന്ന സംതൃപ്തി, ആ വിഷയങ്ങളെയൊക്കെ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് പകലിൽ കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യത്തിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് ഉണ്ടല്ലോ. ഞാൻ സങ്കീർത്തനത്തിൽ നിന്ന് ദീർഘമായ സമയം അതിനായി അതുകൊണ്ട് എടുക്കുന്നില്ല. ദൈവത്തെ ഭയപ്പെടുന്ന, അല്ലെ ദൈവത്തെ അനുസരിക്കുന്ന, ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം സുരക്ഷിതത്വം നൽകിയിട്ടുണ്ട്. ദൈവം സമൃദ്ധി നൽകും, വളർച്ച നൽകും, ദൈവം അവരെ പണിയും എന്നൊക്കെ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അതിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇറ്റ്സ് വെയിൻ ഫോർ യു ടു റൈസ് അപ്പ് ഏർലി, ടു സിറ്റ് അപ്പ് ലേറ്റ്, ടു ഈറ്റ് ദ ബ്രെഡ് ഓഫ് സോറോസ്, ഫോർ ഹി ഗീവ്സ് ഹിസ് ബിലവഡ് സ്ലീപ്പ്. മലയാളത്തില് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നല്ല, ദൈവം തന്റെ മക്കൾക്ക് ഉറക്കം കൊടുക്കുന്നു, സമൃദ്ധി കൊടുക്കുന്നു, അല്ലെങ്കിൽ സമാധാനം കൊടുക്കുന്നു, സംതൃപ്തി കൊടുക്കുന്നു. ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലും നമ്മളുടെ കഠിനാധ്വാനമോ നമ്മുടെ പരിശ്രമമോ അല്ല, അതിലൊക്കെ ഉപരി അതെല്ലാം ദൈവവചന പ്രകാരം നമ്മൾ അധ്വാനിക്കണം, പരിശ്രമിക്കണം. ഇതെല്ലാം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ വിജയം, നമ്മുടെ സംതൃപ്തി നമ്മുടെ അധ്വാനത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ അധ്വാനത്തിന്മേൽ ദൈവത്തിന്റെ കൃപ, ദൈവം അതിന്മേൽ ദൈവത്തിന്റെ നന്മ, ദൈവത്തിന്റെ സാന്നിധ്യം അത് പകരുമ്പോഴാണ് അത് ഏറ്റവും അനുഗ്രഹമായി തീരുന്നത്. അത് തലമുറകൾക്ക് അനുഗ്രഹമായി തീരും, സന്തതികൾക്ക് അനുഗ്രഹമായി തീരും എന്നൊക്കെ ആ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ പട്ടണത്തെ ദൈവം കാക്കുന്നുണ്ട്. ആകയാൽ ദൈവസന്നിധിയിൽ നമ്മൾ സുരക്ഷിതരാണ്. ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ പ്രതിസന്ധിയുടെ നടുക്ക് നമ്മൾ എങ്ങനെ പണിയപ്പെടുന്നു എന്നൊരു സംശയം നമുക്ക് തോന്നാം. എന്നാൽ ഏത് പ്രതിസന്ധിയുടെ നടുക്കും ദൈവം തന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഏതെല്ലാം നിലകളിലാണ് പണിയുന്നത്. ഒരുപക്ഷെ നമുക്ക് പണിയാൻ പറ്റുന്നില്ല. ദൈവസഭയുടെ വിഷയങ്ങളിൽ വളരെ ആത്മാർത്ഥമായി അധ്വാനിക്കുന്ന ദൈവമക്കളാണ് നമ്മളെല്ലാവരും. നമുക്ക് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സമയം ദൈവവേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ട്. ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവസഭയുടെ നിലനിൽപ്പിന്, വളർച്ചയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ ഈ പ്രതിസന്ധി നാളുകളിൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവവേലയ്ക്ക് വേണ്ടി വളരെ മണിക്കൂറുകൾ, മൈലുകളൊക്കെ യാത്ര ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയ വർഗീഷാനൊക്കെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയൊക്കെ മണിക്കൂറുകൾ, ദിവസങ്ങൾ യാത്ര ചെയ്തവരാ, ദൈവവേലയ്ക്ക് വേണ്ടി യാത്ര ചെയ്തവരാ. പ്രിയ ഷാൻലി, അതുപോലെ അവരൊക്കെ ദൈവവേലയ്ക്ക് വേണ്ടി പല നിലകളിൽ അധ്വാനിക്കുന്നവരാ. ദൈവസഭയിലെ മറ്റു പലരും തങ്ങൾക്ക് നൽകിയ കഴിവുകളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാ. എന്നാൽ ഇപ്പോൾ അവർക്ക് അധ്വാനിക്കാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ നമ്മുടെ ഭവനത്തിൽ ഇരുന്നാലും നമുക്കൊരു പക്ഷേ ഓടാൻ പറ്റിയില്ലെങ്കിലും ദൈവം തന്റെ പ്രവൃത്തി നമ്മിലൂടെ ചെയ്യുവാൻ കഴിവുള്ളവനാണ് എന്നൊരു വിശ്വാസം നമുക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടെങ്കിൽ, നമ്മൾ ഒരുപക്ഷെ ഭവനത്തിലായിരുന്നാലും ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കും, ദൈവം തന്റെ സഭയെ പണിയും, ദൈവവേലകൾ നിലനിൽക്കുവാൻ ദൈവം കൃപ ചെയ്യും. ആകയാൽ ആ ഒരു പ്രത്യാശയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ സമയത്ത് സാക്ഷ്യങ്ങൾ പ്രസ്താവിപ്പാനുള്ള സമയമാണ്. സാക്ഷ്യം പ്രസ്താവിപ്പാൻ ആവശ്യപ്പെട്ട് എന്നെ അറിയിച്ച പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഓർപ്പിക്കുകയാണ്. പ്രിയ ജോജോ has requested to share a few prayer points or some testimony. So it's a time to Jojo, and then after that brother Sajeev will share the testimony, and these people will share, and then later I will announce who are going to share the testimony. First Jojo and then brother Sajeev. प्रेज़ लॉर्ड, मैं परमेश्वर का धन्यवाद और स्तुति करता हूँ फिर से इस प्रकार से एक मौका मिला कि परमेश्वर के नाम की महिमा कर सकूं। और खासकर आज शिबू जोसेफ पास्टर अंकल फैमिली के साथ भी एक वर्चुअल फेलोशिप इस प्रकार से परमेश्वर ने दी, इसलिए प्रभु को धन्यवाद और स्तुति करता हूँ। पिछले दिनों में आप सब लोगों ने जिसली के लिए प्रार्थना किया, मैं गवाही
कोई प्रार्थना का विषय नहीं, बल्कि आप सबको मैं धन्यवाद देना चाहूंगा कि आप सबने जिसली के लिए प्रार्थना किया। पिछले मंडे को उसका रिपोर्ट नेगेटिव आया। उसके साथ में जिसली का सीजी का भी जो रिपोर्ट है वो भी नेगेटिव आया। आप सब लोगों की प्रार्थना के लिए मैं परमेश्वर के नाम में आप सबको मैं धन्यवाद व्यक्त करता हूँ। परमेश्वर की दास परिवार और बाकी सभी अन्य सभी कलीसिया के सभी परिवारजनों को सबको मैं धन्यवाद अर्पण करना चाहूंगा। आप लोग की प्रार्थना फिर से मांगते हैं ताकि परमेश्वर की सुरक्षा हमेशा उसके साथ बनी रहने पाए। और प्रेसी और गिब्रियला भी अपने अपने स्थानों पर वो ठीक है। आप लोगों की प्रार्थना मांगते हैं कि परमेश्वर हम सभी लोगों को अपने अपने स्थानों पर, पापा को भी अहमदाबाद में वो संभाल के रख रहा है। आप लोगों की प्रार्थना मांगते हैं ताकि परमेश्वर हमें सुरक्षित रखे और प्रभु की इच्छा हम सबके जीवनों में पूर्ण हो सके। धन्यवाद के साथ मैं खत्म करता हूँ। Praise Lord. Thank and praise God for giving me this opportunity. Last Friday, God added one more year in my life. Kindly do pray for me, and my online classes are going on. Kindly do pray for that also. Thank you. Sajeev brother, Joel മാത്രമാണോ? It's only Joel. Yes. Okay. Now I request brother Varghese Kollakombil to share his testimony. He has requested to share the testimony. അതുപോലെ സുരേന്ദ്രൻ അങ്കിള് കൈപൊക്കി സാക്ഷ്യം പറയാൻ ആവശ്യപ്പെടുന്നുണ്ട്. വർഗീസ് ചാൻ പറഞ്ഞതിന് ശേഷം സുരേന്ദ്രൻ അങ്കിള് സാക്ഷ്യം പറയും. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് അന്യോന്യെ കാണുവാനും ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ലഭിച്ച ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പ്രത്യേക ഷിബു പാസ്റ്ററേയും കുടുംബത്തെയും കാണുവാനും തന്നോടൊന്നിച്ച് ഈ ആരാധനയിൽ പങ്കുകൊള്ളുവാനും ദൈവം തന്ന നല്ല അവസരത്തെ ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ 17 ദിവസത്തോളമായി ഞാൻ സുഖമില്ലാതെ കട്ടിൽ കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കിടന്നുകൊണ്ടാണ് ഫസ്റ്റ് സെഷൻ എടുത്തത്. എന്നാൽ ദൈവം അല്പമായ ആശ്വാസവും സൗഖ്യവും തന്നു. ഇന്ന് എഴുന്നേറ്റിരുന്നുകൊണ്ട് ഫസ്റ്റ് സെഷൻ എടുക്കുവാൻ ദൈവം സഹായിച്ചു. പ്രാർത്ഥന കേൾക്കുന്നതിനായ ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു ഒരിക്കൽ കൂടി അനുഭവിച്ചറിയുവാൻ തക്കോണം ദൈവം സഹായിച്ചു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥന കേട്ട ദൈവം എന്നെ സൗഖ്യമാക്കി ഇത്രത്തോളം ബലപ്പെടുത്തിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഇനിയും നിങ്ങൾ പ്രാർത്ഥനയിൽ വഹിച്ചുകൊള്ളണമേ എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യം വരുന്നു. അങ്കിളെ സംസാരിക്കേ. കേൾക്കാമോ? കേൾക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ആദ്യമായിട്ട് പ്രിയ ശിവപാഷോട് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം എന്റെ വലിയവനായ ദൈവത്തെ സ്തുതിപ്പാൻ ലഭിച്ചതായി നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്ന് ഷീല 2 ആഴ്ചയായിട്ട് ഇവിടെ വീട്ടിലായിരുന്നു. കൊറോണ മറ്റേ അനിരുദ്ധായിരുന്നു സജി പറഞ്ഞല്ലോ. എന്നാൽ ഷീല 14 ദിവസം കഴിഞ്ഞിട്ടും ആ റിപ്പോർട്ടൊന്നും വന്നില്ല. അപ്പൊ മുനിസിപ്പാലിറ്റി ഡോക്ടർ പറഞ്ഞു ഡ്യൂട്ടിക്ക് പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവള് കഴിഞ്ഞ ബുധനാഴ്ച അവന് ഡ്യൂട്ടിക്ക് പോയി. ദൈവം എല്ലാവരുടെയും പ്രാർത്ഥനയുടെ മുഖാന്തരമായിട്ട് കുഴപ്പമൊന്നും ഇതുവരെയൊന്നും സംഭവിച്ചില്ല. ഡോക്ടർ പറഞ്ഞു അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ അറിയിക്കാം. ഇതുവരെയായിട്ടും ദൈവത്തിന്റെ വലിയ കൃപയാണ്. ഒരു കുഴപ്പം പറ്റില്ല. അവർ രണ്ടുപേരും ഡ്യൂട്ടിക്ക് പോയിരിക്കുക. ഇവിടെ അവന്റെ കൊച്ചുമോള് മാത്രമേ എന്റെ കൂടെ ഉള്ളൂ. അവർ ഡ്യൂട്ടിക്ക് പോയിരിക്കുക. ഡ്യൂട്ടിയാണെന്ന്. അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്നും ജീവിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന കൃപയ്ക്കായി സ്തോത്രം. നമ്മുടെ ദൈവം പ്രാർത്ഥന ഞാനൊക്കെയും കേൾക്കുന്ന നല്ല ദൈവമാണ്. ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും പാടുകയും ചെയ്യുന്നു. വീണ്ടും ശിവ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവർ കൂടി കണ്ടില്ല എങ്കിലും വചന ശിക്ഷയിൽ കാണാമല്ലോ എന്നുള്ള ചിന്തയോടെ സഭയെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കണം. ഇങ്ങനെ അവസരം തന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. സരോജിനി ആന്റി, please unmute yourself. സരോജിനി ആന്റി സാക്ഷ്യം പറയാനാണോ കൈ ഉയർത്തിയേ? അതെ അതെ, അശ്വിൻ പറയാം. അശ്വിൻ. Okay, Ashwin, go ahead. Praise Lord. It's been a long time since I've met all of you in person.
But I'd like to take this time to thank Shibu Pastor for his presence in our holy life. I mean, his prayers and his blessings have really brought good days and good times in our in my spiritual life. And he was the pastor who enlightened me about the baptism and the God's will in this world. And I would like to take this time to thank him for every time being there for me, even in my school days, in my college days when I was having trouble, and for always guiding me in the right path and telling me what was right and wrong, and talking to me about the wisdom of life. I mean, knowledge was something which the world teaches you from here and there, but a man only becomes wiser when he grows from wisdom and spirituality. So I would like to thank him for giving his 100% in my life and bringing that change in me. And I would like to praise his holy name and pray for him and his family wherever he's traveling next. Praise the Lord. Thank you. Anybody else? Anybody else? ആരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? പ്രിയ ഷിബു പാസ്റ്ററുടെ പ്രിയപ്പെട്ട ഷൈനി സിസ്റ്റർ ഒരു വാക്കില് സാക്ഷ്യം പ്രസ്താവിക്കും. ഷൈനി സിസ്റ്റർ മക്കളും ഇപ്പം ബോംബെയിൽ നിന്ന് പോകുന്നില്ല എങ്കിലും അവര് ഒരു വാക്ക് സാക്ഷ്യം പ്രസ്താവിക്കും. അതിനുശേഷം ഈ സാക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഷൈനി സിസ്റ്റർ. I think they have had a power cut there, so they are unable to. Okay, we will come back once the power has come. നമുക്ക് അത് സമയം ലഭിക്കുന്നു. മറ്റാരുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആ വിഷയങ്ങളെ ഒക്കെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. ഞാൻ ആ വിഷയങ്ങളെ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. പ്രിയ ജോജോ പറഞ്ഞ സാക്ഷ്യം എല്ലാവരും ശ്രദ്ധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ജോജോ പ്രിയ ജസ്ലിക്ക് അതുപോലെ സിജിക്ക് ഒക്കെ കർത്താവ് വിടുതൽ കൊടുത്തു. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തതിനെ അവർ ഓർത്തു. അതുപോലെ പ്രൈസി കുഞ്ഞിനെ ദൈവം സൂക്ഷിച്ചു. ദൈവം തന്റെ മക്കളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പ്രസ്താവിച്ചല്ലോ. Joel has testified that God has added one more year in his life and God kept him all through the last years, and he has requested us to pray for his future years and days and also for his online classes and studies. അതുപോലെ പ്രിയ കൊല്ലക്കൊമ്പിലെ വർഗീസ് ചാന് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി. ദൈവമക്കൾ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവനും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു. അനേകർ പ്രാർത്ഥിച്ചു, ആശ്വാസം കൊടുത്തു. ഇന്ന് എഴുന്നേറ്റ് നമ്മോടുകൂടെ ഇരുന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിപ്പാൻ കർത്താവ് കൊടുത്ത വിടുതലിനായി നന്ദി പറയാം. അതുപോലെ സുരേന്ദ്രൻ നിങ്ങൾ പറഞ്ഞ സാക്ഷ്യത്തിനായി സ്തോത്രം ചെയ്യാം. തന്നെ ദൈവം സഹായിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് പ്രിയ വിശേഷാൽ പ്രിയ സിസ്റ്റർ മോളിക്ക് കർത്താവ് കൊടുത്ത വിടുതലിനായി സ്തോത്രം ചെയ്യാം. അതുപോലെ അനിതയ്ക്ക് കർത്താവ് കൊടുത്ത വിടുതലിനായി സ്തോത്രം ചെയ്യാം. ദൈവം അവരെ ഡ്യൂട്ടിയിൽ തിരികെ പ്രവേശിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ദൈവം തുടർന്നും അനുഗ്രഹിക്കട്ടെ. Ashwin has shared his joy of having this fellowship with Pastor Shibu. So we will just remember his family, and also we will pray for Ashwin, and that God has guided him through the servant of God to lead a spiritual life, and also the guidance that was necessary at the time when he was young was given through the servant of God, that became a blessing to his life. He has remembered that in this particular time. So let us give praise to the Lord. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് I request Achangunjangal to shortly pray for these various prayer points and the people. Unmute ആയില്ല. ഇപ്പോ ആയി. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായി ഈ പകൽക്കാലത്തിനായി ഞങ്ങൾ നന്ദിയോടുകൂടെ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് പാട്ടുകൾ പാടി അങ്ങ് ആരാധിപ്പാൻ അവിടെ ഇടയാക്കിയല്ലോ. കർത്താവെ, സങ്കീർത്തനത്തിൽ കൂടെ കർത്താവെ തിരുമേനി ഞങ്ങളോട് ഇടപെട്ടതിനാൽ നന്ദിയോടുകൂടെ സ്തോത്രം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. കർത്താവെ, തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി പണിയുന്നവനാകിയാൽ നന്ദിയോടുകൂടെ സ്തോത്രം. ഞങ്ങളുടെ സകല അധ്വാനത്തിന്മേലും യഹോവയുടെ അനുഗ്രഹമുള്ളതിനാൽ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും സ്തോത്രത്തിന് വേണ്ടിയും വിഷയങ്ങൾ അർപ്പിച്ച പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധാനത്തിൽ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ ഭവനത്തെ തിരുമേനി ക്ഷേമത്തോടുകൂടെ സൂക്ഷിക്കുന്നതിന്റെ കൃപകൾക്കായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു.
ജസ്ലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് പ്രിയ പൈതലിന് നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കാൻ അവിടുന്ന് സഹായിച്ചതിന്റെ കൃപകൾക്കായി സ്തോത്രം. അതോടൊപ്പം തന്നെ തന്നോടുകൂടെ ജോലി ചെയ്യുന്ന സ്ഥിതിക്ക് വേണ്ടിയും കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രിയ പൈതലിനും കർത്താവ് ഒരു കർത്താവ് നെഗറ്റീവായ റിപ്പോർട്ട് ലഭിക്കാൻ കർത്താവ് അവിടുന്ന് സഹായിച്ചല്ലോ. അതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ജോലിയുടെ കുടുംബത്തെ ക്ഷേമത്തോടുകൂടെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ എല്ലാ കൃപകൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നു. പ്രിയ ജോയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു വർഷം കൂടെ ലഭിപ്പാണ്ട് കർത്താവ് അവിടുന്ന് സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തല്ലോ കർത്താവേ. ഹല്ലേലൂയ. വിദ്യാഭ്യാസത്തിലൊക്കെ കർത്താവിന്റെ കൃപയെ സാക്ഷി ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വർഗീസ് കൊല്ലനായ നന്ദിയോടുകൂടെ സ്തോത്രം. കൊടുത്തിരിക്കുന്ന ആശ്വാസത്തിനായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവെ ഞങ്ങൾ ആ വിഷയം ഓർത്ത് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് ഇതുവരെ നടത്തിയല്ലോ. ആശ്വാസം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം. പരിപൂർണമായ സുഖവും ബലവും ആരോഗ്യവും അവിടുന്ന് കൊടുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതാ ഹല്ലേലൂയ. കർത്താവെ നന്ദിയോടുകൂടെ സ്തോത്രം. തന്റെ രണ്ട് പൈതങ്ങളെ ഓർത്ത് മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബമായവരെ സഹായിക്കണമേ. കർത്താവ് ഷീലയ്ക്ക് കൊടുത്ത ഒരു കർത്താവെ ഹല്ലേലൂയ. കർത്താവ് ജോലി ചെയ്യുവാൻ ആവശ്യമായ കൃപകളൊക്കെ കൊടുത്തുകൊണ്ട് കർത്താവ് ജോലിയിൽ റെസ്യൂം ചെയ്യാണ്ട് കൊണ്ട് തിരുമേനി സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ അനുദിക്കും കർത്താവ് തന്റെ ജോലിയിലേക്ക് പോകാണ്ട് കൊണ്ട് കർത്താവ് തിരുമേനി സഹായിച്ചല്ലോ. കുടുംബമായി അവളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ കുടുംബത്തായി എല്ലാവരെയും കർത്താവ് പരിപാലിച്ച് സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അശുവിനും കർത്താവെ ഹല്ലേലൂയ ദൈവസന്നിധാനത്തിൽ തന്റെ സാക്ഷ്യങ്ങൾ പ്രസ്താവിപ്പാൻ കർത്താവെ അവിടുന്ന് സഹായിച്ചല്ലോ. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങൾ കർത്താവെ ഹല്ലേലൂയ കർത്താവിന്റെ വലിയ ദാസൻ ഹല്ലേലൂയ പാസ്റ്റർ ജോസഫിൽ കൂടെ തനിക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ഹല്ലേലൂയ കർത്താവ് ആത്മീയമായ എല്ലാ കർത്താവ് സ്തോത്രം പ്രോത്സാഹനത്തിനായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാണ്ട് കർത്താവ് പ്രിയവരെ സഹായിച്ചല്ലോ. എല്ലാ ആത്മീയ നന്മകൾക്കായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവെ തിരുമേനി അവിടുന്ന് നടത്തുമാറാകണമേ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ ദാസൻ ഹല്ലേലൂയ കർത്താവെ പാസ്റ്റർ ഷിബു ജോസഫിനായി നന്ദിയോടുകൂടെ സ്തോത്രം. കുടുംബമായി കർത്താവെ സംബന്ധിപ്പാണ്ട് തിരുമേനി സഹായിക്കുന്നതിന് കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇലക്ട്രിസിറ്റിയോടുള്ള ബന്ധത്തിൽ കർത്താവെ ഹല്ലേലൂയ പ്രതിബന്ധങ്ങളൊക്കെ മാറി ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവെ എത്രയും വേഗം ഹല്ലേലൂയ ജോയിൻ ചെയ്യുവാൻ തക്കണം കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനകളും അവിടുന്ന് കേട്ടതിനാൽ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സകല മഹത്വം എടുക്കണമേ. തുടർന്നുള്ള വചന ശുശ്രൂഷയും കർത്താവ് ഏറ്റവും അനുഗ്രഹമായി തീർക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതാ സകല മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കുവാണമേ പിതാവേ. I don't know whether Pastor Shibu has joined back. Stanley, can you just check whether he has? I think they No, he is not yet joined. Okay, just we will just sing a song and wait for him as he is supposed to share the word of God. If he's not able to join at all, then we will listen to the word of God. Let us prepare for that. ഒരു പാട്ട് ചരണം പാടി we will just wait and see whether he can join back or not. മറവിടമായി എനിക്ക് യേശു ഉണ്ടെന്നുള്ള പാട്ട് നമുക്ക് പാടി കർത്താവിനെ മറവിടമായി എനിക്ക് യേശുവുണ്ട് മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട് മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട് അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നെനിക്ക് അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നെനിക്ക് ആനന്ദ ജീവിത വഴിയിൽ നിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു ആനന്ദ ജീവിത വഴിയിൽ നിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു മറവിടമായി എനിക്ക് യേശുവുണ്ട് മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ
മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ. മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ. വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ. വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വരികയില്ല അവൻ എന്നെ പിരികയില്ല. വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വരികയില്ല അവൻ എന്നെ പിരികയില്ല. വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. മറവിടമായി എനിക്കേശുവുണ്ട്. മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ. മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ. മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. ഇതാ വേഗം ഞാൻ വാനവിരവിൽ ഇനിയും വരുമെന്നരുളി ചെയ്ത. ഇതാ വേഗം ഞാൻ വാനവിരവിൽ ഇനിയും വരുമെന്നരുളി ചെയ്ത. ഈ നല്ല നാഥനെ കാണുവാനായി ഇരവും പകലും എന്നെ വസിച്ചിടുന്നു. ഈ നല്ല നാഥനെ കാണുവാനായി ഇരവും പകലും എന്നെ വസിച്ചിടുന്നു. മറവിടമായി എനിക്കേശുവുണ്ട്. മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ. മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ. മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയ കർത്തൃദാസൻ നമ്മളോട് ഇന്ന് ജോയിൻ ചെയ്ത ദൈവവചനം ശുശ്രൂഷിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എന്നാൽ ഇതുവരെ അദ്ദേഹം ജോയിൻ ചെയ്തിട്ടില്ല. അത് നമുക്ക് ഭാരപ്പെടണ്ട. കർത്തൃദാസന്റെ സാഹചര്യം നമ്മൾ അറിയുന്നല്ലോ. നമുക്ക് ടെക്നിക്കലി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് സഹജമായ സാധാരണമായ കാര്യങ്ങളാണ്. എല്ലാവർക്കും എന്നെ കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ദൈവവചനം ഞാൻ തന്നെ ശുശ്രൂഷിക്കണമെന്നായിരിക്കും ദൈവം ആഗ്രഹിച്ചത്. അറിയത്തില്ല എന്താണെന്ന്. ഐ ഡോണ്ട് നോ, ബട്ട് ഐ ആം ഓൾവേസ് റെഡി. ദൈവവചനം ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും പ്രയാസമൊന്നുമില്ല. നമ്മൾ പലപ്പോഴും ദൈവവചന ചിന്തകൾ നമ്മൾ തുടങ്ങി വെച്ചിട്ട് പകുതി വഴിക്കൊക്കെ പലപ്പോഴും നമ്മൾ നിർത്തി പോകുന്നത്, അല്ലെങ്കിൽ സമയത്തിന്റെ പരിമിതി കൊണ്ട് നമുക്ക് സാധിക്കാതെ പോകുന്നത്, ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പലപ്പോഴും എൻ്റെ അനുഭവം പറഞ്ഞാൽ, when I am preparing a 35 minutes message, normally I just prepare the content for 1.5 hours. കാരണം അത്രമാത്രം എക്സ്റ്റെൻഡഡ് ആയിട്ട് ഒരു സ്റ്റഡിയും പ്രിപ്പറേഷനും നടത്തിയിട്ടാണ് മിക്കപ്പോഴും 90% സമയത്തും ദൈവവചന ശുശ്രൂഷയ്ക്ക് ദൈവവചനത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ പഠിച്ച് ദൈവവചനത്തിന്റെ കാര്യങ്ങൾ നന്നായി പഠിപ്പിക്കത്തക്ക നിലയിൽ ഒരുക്കത്തോടെയാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. വളരെ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ചില സന്ദർഭങ്ങൾ ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ട്, ഇല്ലെന്നല്ല. അതുകൊണ്ട് ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത് എനിക്ക് ഒരു പ്രയാസം ആയിട്ട് തോന്നുന്നില്ല. സോ ഐ ആം ആൾസോ റെഡി. ദൈവദാസൻ ഇൻ ബിറ്റ്വീൻ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ വെച്ച് ഞാൻ നമ്മൾ ചിന്തിക്കുന്ന ചിന്ത നിർത്തി ബാക്കി സമയം ദൈവദാസന് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വന്ന ഒരു ചിന്ത, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തെ
അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ എന്തിൽ അടിസ്ഥാനപ്പെടുത്തണം എന്ന കാര്യം നമ്മളെ ചിന്തിച്ചു വന്നു. നിങ്ങൾ മക്കൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. What should be or on what we should be founded on these days when we feel that there is nothing solid to stand on. നമുക്ക് ഉറച്ചു നിൽക്കാൻ ഒന്നുമില്ലാതെ നമ്മൾ നിന്നിരുന്ന, അല്ലെങ്കിൽ മലയാളത്തിൽ അതിന് പറഞ്ഞ അവലംബമായിരുന്ന, ആശ്രയമായിരുന്നത് പലതും നമ്മൾ പെട്ടെന്ന് നീക്കപ്പെടുമ്പോൾ we all of a sudden feel that we are baseless, അല്ലെങ്കിൽ നമുക്കൊരു ബേസ് ഇല്ല, നമുക്കൊരു അടിസ്ഥാനമില്ല, എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ നിൽക്കും, ഞാൻ എങ്ങനെ മുന്നേറും, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് നമ്മൾ ഭാരപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. സോ നമ്മൾ ആശ്രയമാക്കിയിരുന്ന പല കാര്യങ്ങളും, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ പല കാര്യങ്ങളിലും, ഇവൻ നമ്മുടെ വിശ്വാസ സംബന്ധമാണെങ്കിലും നമ്മുടെ പ്രതീക്ഷകൾ, വിശ്വാസികളായ നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതം സംബന്ധിച്ച് നമുക്കൊരു സ്വപ്നവും പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നല്ലോ. കുടുംബത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, ദൈവസന്നിധിയിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് ഇതിന്റെ കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ഞാൻ ഇന്നിന്റെ നിലയിലൊക്കെ കൺക്ലൂഡ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു നല്ല ആരോഗ്യകരമായ ക്രിസ്തീയ ജീവിതം നയിച്ച് അവസാനിക്കും എന്നൊക്കെ ഉള്ള സ്വപ്നങ്ങളൊക്കെ നമ്മുടെ വിശ്വാസ ജീവിതത്തോട് ബന്ധപ്പെട്ട് നമുക്കുണ്ടായിരുന്നു. എന്നാൽ സിറ്റുവേഷൻസ് that we face is shattering that. നമ്മുടെ അവിശ്വാസ ജീവിതത്തിന്റെ ആ പ്രതീക്ഷകളൊക്കെ പലപ്പോഴും ഉടയ്ക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ആ വിശ്വാസത്തിന്റെ അളവ് ചോദ്യം ചെയ്യപ്പെടുകയും അത് പോരാതെ വരികയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളോട് ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യുന്നത് നമ്മുടെ മനസ്സിലെ ഒരു അവിശ്വാസത്തിൽ ഒരു അല്പം ഉണ്ടെങ്കിൽ അതിനെ ഒരു പർവ്വതമാക്കി മാറ്റാൻ പിശാച് ശ്രമിക്കും. നമ്മളിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ബലഹീനത ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും? ശത്രു അതിനെ അറ്റാക്ക് ചെയ്ത് ഉപയോഗിക്കാൻ പരിശ്രമിക്കും. അപ്പൊ നമ്മളെ കൂടുതൽ വീക്കാക്കാൻ, നമ്മളെ കൂടുതൽ ഡിഫെൻസീവ് പൊസിഷനിലാക്കാൻ പിശാച് എപ്പോഴും ശ്രമിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അടിസ്ഥാനപ്പെടാൻ എന്താണ് ഉള്ളത്? അതാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ച് ആരംഭിച്ചത്. അവിടെ നമ്മൾ ചിന്തിച്ചത്, ഒന്ന്, നമ്മൾ എന്തിൽ അടിസ്ഥാനപ്പെടണം? കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ചിന്തിച്ചത്, നമ്മൾ അതിജീവിക്കുവാൻ നമ്മൾ അടിസ്ഥാനപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ നിറവ്. അത് നമ്മളെ അനേക വിഷയങ്ങളിൽ, പല കാര്യങ്ങളിലും നമുക്ക് സ്വയമായിട്ട് നമ്മുടെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ അറിവ് കൊണ്ടോ പണം കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റാത്ത മണ്ഡലങ്ങളിൽ നമ്മെ സഹായിക്കുന്ന ഒരു ശക്തിയാണ്. കർത്താവ് ആ സ്വർഗത്തിലേക്ക് പോയപ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും, അത് നിങ്ങൾ പ്രാപിച്ചോണം, നിങ്ങൾ നിർത്തും, നിങ്ങളെ സഹായിക്കും. അത് നമ്മൾ പഠിച്ചു. ഡീറ്റെയിൽ ആയിട്ടല്ല പഠിച്ചത്, കുറച്ച് പഠിച്ചു. രണ്ടാമത് നമ്മൾ പറഞ്ഞു, നമ്മൾ എന്തിനാൽ അടിസ്ഥാനപ്പെടേണ്ടത്? ദൈവവചനം. The word of God is our solid and strong foundation. When we feel shattered, when we feel dismayed, when we feel our faith is shaking, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനത്തിൽ നമ്മൾ ഉറയ്ക്കണം. ഇന്ന് ദൈവവചനത്തിൽ ഉറക്കുക എന്ന് പറയുമ്പം അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവവചനത്തിന് ഒരൊറ്റ ഇന്റർപ്രിട്ടേഷനേ ഉള്ളൂ എങ്കിൽ ഒരു പ്രശ്നവുമില്ല. ആര് പ്രസംഗിച്ചാലും, ആര് പഠിപ്പിച്ചാലും, IPC പഠിപ്പിച്ചാലും, ചർച്ചക്കോട് പഠിപ്പിച്ചാലും, ലൂതറൻകാർ പഠിപ്പിച്ചാലും, CNI പഠിപ്പിച്ചാലും, കത്തോലിക്കർ പഠിപ്പിച്ചാലും, എല്ലാം ഒറ്റ കൺക്ലൂഷനേ ഉള്ളൂ, ഒറ്റ ഉപദേശമേ ഉള്ളൂ, ഒറ്റ ലൈഫ് സ്റ്റൈലേ ഉള്ളൂ, ഒറ്റ പാറ്റേണേ ഉള്ളൂ, ഒറ്റ വ്യൂവേ ഉള്ളെങ്കിൽ പിന്നെ നമുക്ക് എന്തില്ല? കൺഫ്യൂഷൻ ഇല്ല. പിന്നെ കാര്യം എന്നാ? അവിടെ പഠിപ്പിച്ചാൽ ഇവിടെ പഠിപ്പിച്ചാൽ ഇതൊന്നല്ലേ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷെ അങ്ങനെ വല്ലതും ആണോ? നമ്മള്
ഈ വചനാടിസ്ഥാനം ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ പെന്തക്കോസ്ത് സഭകൾ വിശ്വസിക്കാത്ത, ഉപദേശം ഇല്ലാത്ത സഭകളെ അങ്ങ് നമുക്ക് ഒരു കാറ്റഗറിയിൽ അങ്ങ് കംപ്ലീറ്റ് മാറ്റിയേക്കാം. കാരണം അതിലേക്ക് പോകാനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല. ഈ സുവിശേഷം, പൂർണ്ണ സുവിശേഷം, ദൈവവചനം 66 പുസ്തകത്തെ വിശ്വസിക്കുന്ന രക്ഷാസ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, വിശുദ്ധി, വേർപാട് എന്നിവ പഠിപ്പിക്കുന്ന സഭകൾ, അതിനെ എടുത്താൽ പോലും എന്തില്ല, അതിനകത്തിൽ എന്തെങ്കിലും ഒരു ഏകാഭിപ്രായം ഉണ്ടോ? ഇല്ല. അത് നമുക്ക് ഉപദേശപരമായ കാര്യങ്ങളിൽ കുറച്ചൊരു സ്വാതന്ത്ര്യത്തോടെ എഗ്രി ടു ഡിസഗ്രി എന്നൊരു പൊസിഷൻ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. അതനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ, കാരണം അത് നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന വിഷയമല്ല. അന്തിക്രിസ്തു ഏത് രാജ്യത്തു നിന്ന് വരുമെന്നുള്ളത് നിത്യതയിൽ പോകുന്നതിന് തടസ്സമുള്ള വിഷയമല്ല. കർത്താവ് മഹോദരത്തിന് മുമ്പ് വരുമോ, ഇടയിൽ വരുമോ, അതിനുശേഷം വരുമോ എന്നുള്ളത് നമ്മുടെ രക്ഷയെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞത്, there are certain areas that are differences, but there is a position, agree to disagree എന്നൊരു പൊസിഷനിൽ നമുക്ക് നിൽക്കാവുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ അതുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറകളിൽ ചോദ്യം ചെയ്യുന്ന ദൈവവചന പഠിപ്പീരുകളുണ്ട്. അവിടെയാണ് ദൈവവചനത്തിന്റെ അടിത്തറ പോലും ചോദ്യം ചെയ്യുന്ന പഠിപ്പീരുകളിലുള്ള ഡിഫറൻസിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഏകാഭിപ്രായം ഉണ്ടാകണം. അവിടെയാണ് ഈ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടണം എന്ന ചിന്തയെ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞ സന്ദേശത്തിൽ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഈ ദൈവവചനം പഠിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടുക എന്ന് പറയുമ്പോൾ എന്താ ചെയ്യത്? ദൈവവചനം പഠിപ്പിച്ചിട്ട് ചിലരുടെ വിശ്വാസ കപ്പല ഉടഞ്ഞുപോയി, തകർന്നു പോയി എന്ന് പൗലോസ് പറയുന്നുണ്ട്. ലോകത്തെ സ്നേഹിച്ച് ദേമാസ് ലോകത്തിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വചനത്തിൽ തന്നെ അടിസ്ഥാനപ്പെടുന്ന ഈ വചനത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാനുണ്ട്? നിക്കോലാവ്യർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായത്, നിക്കോലാവ്യർ എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി ഗ്രൂപ്പ് തന്നെ ഉണ്ടായത്, ഈ നിക്കോലാസ് എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ കാലത്ത് മേശമേൽ ശുശ്രൂഷിക്കാൻ നിശ്ചയിച്ച അപ്പോസ്തോലന്മാരിൽ അല്ലെങ്കിൽ ആളുകളിൽ ഒരാളാണ് നിക്കോലോസ്. ഈ നിക്കോലോസ് കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്തു? വേറെ ഒരു ഉപദേശമൊക്കെ പഠിപ്പിച്ച്, എനിക്ക് തോന്നുന്നു ഞാനതിനെ പറയുകയാണെങ്കിൽ ഈ മേശമേൽ ശുശ്രൂഷിച്ച്, ഞാൻ ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ ചേർത്ത് പറയാം. ഈ നമുക്ക് കുറച്ച് ഭൗതിക കാര്യങ്ങളും നന്മകളും അല്പം തിന്നൊക്കെ കൊഴുത്തു കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഉണ്ടാകുന്ന ഒരു വികാരമാണ് മേശമേൽ ശുശ്രൂഷിക്കല്ലേ. അപ്പൊ ആയിരക്കണക്കിന് ആൾക്കാര് ദിവസം ഈ അപ്പോസ്തോലന്മാരുടെ സിസ്റ്റം അനുസരിച്ച് പത്രോസിന്റെ കാലഘട്ടത്തിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ സംതൃപ്തമായി ജീവിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിലൊരാളാണ് നിക്കോലാസ്. അപ്പൊ നിക്കോലാസ് എന്ന് വിചാരിച്ചോണ്ടേ ഈ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഭക്ഷണങ്ങളും തൃപ്തിയും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ പുള്ളി എന്ത് ചെയ്തു? ആദ്യം അങ്ങ് മനസ്സ് അങ്ങ് അകപ്പെട്ടു പോയിട്ട് ഹി ബിക്കം സോ ഗ്ലട്ടഡ് ആയി പോയിട്ട് ഈ ഗ്ലട്ടണിയെ അല്ലെങ്കിൽ ഈ ലൈസന്റേനിയസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീക്ഷണത്തിലേക്ക് നിക്കോലാസ് അങ്ങ് വീണുപോയി. അതാണ് നിക്കോലാവ്യ മതം എന്ന് പറയുന്നത്. എന്താ? ഈ ലോകത്തിലുള്ള ധനസംബന്ധി സംതൃപ്തി എല്ലാം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വീക്ഷണം. നിക്കോലാവ്യർ അങ്ങനെ പോയി. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ചരിത്രപരമായ വീക്ഷണത്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടണം എന്ന് പറയുമ്പോൾ, ദൈവവചനത്തിന്റെ നിർമ്മലമായ സത്യത്തിൽ ഞാനും നിങ്ങളും ഏറെ അടിസ്ഥാനപ്പെടേണ്ട ഒരു കാലമാണ് ഇത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനം നിർമ്മലമായി പഠിക്കണം. ദൈവവചനത്തിന്റെ നിർമ്മലമായ സത്യം നമ്മൾ പഠിച്ച് അതിൽ ഉറച്ചു നിൽക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ലോകത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ, ഇന്റർപ്രിട്ടേഷനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ അതിനോട് ബന്ധപ്പെട്ട് ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവാലോചനയുടെ അടിസ്ഥാനത്തിൽ നിൽക്കണം. We should know when the whole world around us saying the other thing, or when the whole world around us speaking other way. ഒരു ദൈവ പൈതലിന് അങ്ങനെ എല്ലാവരും സംസാരിച്ചാലും ഇളകിപ്പോകാതെ ദൈവാലോചനയ്ക്ക് വേണ്ടി എങ്ങനെ നിൽക്കാൻ ഇടയാകും, എങ്ങനെ നിൽക്കണം, അതിന് പഴയ നിയമത്തിലെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ് അതിനെ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് പതിപ്പിച്ച ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. മൂന്നാമത്തെ അടിസ്ഥാനത്തെ കുറിച്ചും പറയണം.
മൂന്നാമത്തെ അടിസ്ഥാനത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചതേയില്ല. 2 അടിസ്ഥാനങ്ങളെ കുറിച്ചാണ്. ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അടിസ്ഥാനപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കണം. 2, ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടണം. ദൈവവചനം അടിസ്ഥാനപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. നമുക്ക് യിരെമ്യാവിന്റെ പ്രവചനത്തിലേക്ക് പോകാം. ലെറ്റ് us come to book of Jeremiah. ഈ യിരെമ്യാ പുസ്തകത്തിന്റെ 40-ാം അധ്യായം തൊട്ട് 44, 45 വരെയുള്ള 44 വരെയുള്ള അധ്യായങ്ങളിലാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായ കുറഞ്ഞത് 41, 42, 43 ഈ 3 അധ്യായങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിച്ചോണം. എങ്കിലേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവൂ. കാരണം അതെല്ലാം ഓരോ വാക്യങ്ങളും വിവരിച്ച് സംസാരിക്കാനുള്ള സമയമില്ല. ഇവിടെ നമ്മൾ കാണുന്നത് യിരെമ്യാവ് ബാബിലോണ്യ പ്രവാസം അതുണ്ടാകും എന്ന് പ്രവചിച്ച പ്രവാചകൻ. എന്നാൽ യിരെമ്യാവ് ഒഴിച്ച് ബാക്കി സകല മനുഷ്യരും പ്രവാസത്തിൽ നിന്ന് ഉദ്ധാരണം ഉണ്ടാകും എന്ന് പ്രവചിച്ച പ്രവാചകന്മാർ. 2 വ്യൂ, ഒരു സിറ്റുവേഷൻ, 2 വ്യൂ. എന്താ സിറ്റുവേഷൻ? വടക്ക് നിന്ന് നിങ്ങൾ 1, 2, 3 അധ്യായം 2, 3 അധ്യായങ്ങൾ യിരെമ്യാവിന്റെ പുസ്തകത്തിൽ വായിച്ചാല് ഈ പ്രവാസം ഉണ്ടാകുന്നതിന് 50-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ദൈവം സംസാരിച്ചു തുടങ്ങി. ഈ ബാബിലോൺ പ്രവാസം വന്ന് വായിക്ക് മുട്ടിയപ്പോഴല്ല ദൈവം പറഞ്ഞത്. He said that there is something is coming from the north. വടക്ക് നിന്ന് ഒരു സൈന്യം വരുന്നുണ്ട്, വടക്ക് നിന്ന് ഞാൻ ഒരു ജാതിയെ ഉയർത്തുന്നുണ്ട്. 50-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കാലക്കണക്ക് നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലുണ്ട്. മിനിമം 50 വർഷം ഒന്ന് കൂട്ടിക്കോ, അല്ലെ 60 വർഷം ഒന്ന് കൂട്ടിക്കോ. അതിനു മുമ്പ് തൊട്ട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. വടക്ക് നിന്ന് ഒരു സാമ്രാജ്യത്തെ, ഒരു ഗ്രൂപ്പ് ഓഫ് നേഷൻസിനെ ഞാൻ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ദാറ്റ് വിൽ ബിക്കം സ്ട്രോങ്. അത് യെരുശലേമിനോടും പാലസ്തീനോടും ബന്ധപ്പെട്ട് കിടക്കുന്ന സകല സാമ്രാജ്യങ്ങളെയും പിടിച്ചടക്കിക്കൊണ്ട് ഒരു യൂണിവേഴ്സൽ എംപയർ ആയിട്ട് മാറും എന്ന് യിരെമ്യാവ് പ്രവചിച്ചു. ആരും കേട്ടില്ല. യെരുശലേമിൽ ആലയത്തിന്റെ വാതുക്ക പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. ആദ്യത്തെ പ്രസംഗം 1 തൊട്ട് 2 തൊട്ട് 6 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നുണ്ട്. പറഞ്ഞു ഇന്ന അധ്യായത്തിൽ ഇന്ന നിലയിൽ നീ യെരുശലേമിന്റെ ആലയത്തിൽ പോയി വരുന്നവരെല്ലാം പറയാൻ പറഞ്ഞു. 1-ാമത്തെ സന്ദേശം കഴിഞ്ഞിട്ട് 7-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ ആണെന്ന് തോന്നുന്നു. അതെ, 7-ാം അധ്യായത്തിന്റെ 1-ാം. യഹോവയെങ്കിൽ യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിപ്പാൻ ഈ വാതിലുകളിലൂടെ കടന്നു വരുന്ന എല്ലാ യഹൂദന്മാരായുള്ളവരെയും എന്ന് പറഞ്ഞ് യഹൂദന്മാരെ ജൂഡിയയോട് പറയും. ഇത് 2-ാമത്തെ സൈക്കിളാണ്. 1-ാമത്തേത് ആദ്യത്തെ അധ്യായങ്ങളിൽ കാണുന്നുണ്ട്. നീ യെരുശലേമിൽ ചെന്ന് ജനത്തോട് പറയണമെന്ന് പറഞ്ഞു. 1-ാമത്തെ ദൂത് കഴിഞ്ഞു, 1-ാമത്തെ പ്രസംഗം. 2-ാമത്തെ പ്രസംഗം, 1-ാമത്തെ പ്രസംഗം എന്ന് പറയുമ്പം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം, ഒത്തിരി കാര്യങ്ങളുണ്ട്. 1-ാമത്തെ പ്രസംഗം എന്ന് പറഞ്ഞത് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചതായ അസീരിയൻ ക്യാപ്റ്റിവിറ്റി, ഇനി അതുപോലെ ഉണ്ടാകാൻ പോകുന്ന ക്യാപ്റ്റിവിറ്റി, ശീലോവിലെ ആലയത്തെ ദൈവം എഫ്രീമ്യർ അല്ലെങ്കിൽ മനശ്ശെ എഫ്രീം എന്ന് പറയുന്ന 2 പ്രബല ഗോത്രങ്ങളാകുന്ന ഇസ്രായേലിനെ ദൈവം ശീലോവിലെ ആലയത്തെ തകർത്ത് കളഞ്ഞതും ഇസ്രായേലിന് ഉണ്ടായതായ അസീരിയൻ ക്യാപ്റ്റിവിറ്റി ഒക്കെ ഓർപ്പിച്ചിട്ടാണ് പറയുന്നത്. അതിന്റെ അർത്ഥം ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഈ യിരെമ്യാ പ്രവാചകൻ അന്ന് പ്രസംഗിച്ച ആ പ്രസംഗങ്ങള് ഒരേ പ്രസംഗം, അല്ലെ? നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലത്ത് ഒരേ പ്രസംഗം അല്ലെങ്കിൽ കുറ്റം പെടുത്തുന്ന ഒരേ പ്രസംഗം 4 ആഴ്ച കണ്ടിന്യൂസ് പ്രസംഗിച്ചാല് കമ്മിറ്റിക്കാരി കൂടി പാസ്റ്ററോട് പറയും, അല്ലെങ്കിൽ പ്രായമുള്ള അപ്പച്ചന്മാരൊക്കെ വിളിച്ചു പറയും, പാസ്റ്ററെ ഇത് ഇച്ചിരി കട്ടിയാ, നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് പാസ്റ്റർ വേറെ ഏതെങ്കിലും ടോപ്പിക്ക് മാറ്റി പിടിച്ചോ എന്ന് പറയും. കാര്യം എന്നാ, നമുക്കൊന്നും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന പ്രസംഗം കണ്ടിന്യൂസ് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. നോക്കണേ, യിരെമ്യാവ് 1-ാമത്തെ സൈക്കിള് അത് പ്രസംഗിച്ചത് ഒരു കണ്ടിന്യൂസ് മെസ്സേജ്. എന്തോ മെസ്സേജാ? ദൈവം നിന്നെ അടിക്കും, ദൈവം നിന്നെ അടിക്കും, ദൈവം നിന്നെ അടിക്കും, ദൈവം നിന്നെ അടിക്കും, ദൈവം നിന്നെ അടിക്കും. എത്ര നാൾ കേട്ടോണ്ടിരിക്കും? അത് കഴിഞ്ഞ് നിർത്തി. 2-ാമത്തെ സൈക്കിള്. അപ്പൊ യിരെമ്യാവ് 2-ാമത് യെരുശലേമിൽ വന്നപ്പോ യഹൂദന്മാർ വിചാരിച്ചു ഇപ്പൊ ഈ പുള്ളിക്ക് പുതിയ എന്തെങ്കിലും മെസ്സേജ് കാണും, നല്ല എന്തെങ്കിലും ശുഭ സന്ദേശം കാണുമെന്ന് വിചാരിച്ച് യെരുശലേമിൽ ആരാധനയ്ക്ക് വന്നവര് പ്രസംഗത്തിന് വേണ്ടി കാത് ഓർപ്പിച്ചപ്പോ എന്തുവാ, അതിനേക്കാൾ കട്ടിയുള്ളതാ ഇങ്ങോട്ട് പ്രസംഗിച്ചു വിടുന്നത്. ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ പ്രസംഗിച്ച് ഇവൻ പറഞ്ഞു, see, God is going to send this. ഇതൊരു ഇൻസിഡന്റ് വരാൻ പോവാ. അങ്ങനെ പ്രസംഗിച്ച് 40-ാം അധ്യായത്തിലേക്ക് വന്നപ്പോഴത്തേക്കും യിരെമ്യാവ് ഒരു ഭാഗത്തും പുരോഹിതന്മാര്, രാജാവ്
പ്രഭുക്കന്മാര്, യഹൂദയിലെ ശ്രേഷ്ഠന്മാര്, ബെന്യാമീന്റെ പ്രഭുക്കന്മാരിൽ എല്ലാവരും ഓൺ ദ അതർ സൈഡ്. ഞാൻ ഈ കാര്യം പറയുന്നതിന്റെ കാര്യം ദൈവവചനത്തിന്റെ അടിത്തറ എന്ന ചിന്തയാണ്, നിങ്ങൾ മറക്കരുത്. ജെറമയ ദ പ്രോഫറ്റ് ഓൺ വൺ സൈഡ്, ബാരൂക്ക് അവന്റെ എഴുത്തുകാരനായിട്ട് അവനോട് കൂടെ, അങ്ങനെ ഒരു വിരലിലുണ്ടാവുന്ന ചെറിയ ആൾക്കാർ ഓൺ ദ സൈഡ് ഓഫ് ജെറമയ. What is on the other side? Prominent people. King is on the other side. High priest on the other side. Other priests are on the other side. All the noble people of Jerusalem on the other side. അപ്പൊ ആര് പറയുന്നത് ആയിരിക്കാം ശരി? ന്യായമായി നമുക്ക് ചിന്തിക്കാം. ഈ ഭ്രാന്തനെ പോലെ പ്രവർത്തിക്കുന്ന ഈ മനുഷ്യൻ പറയുന്നതായിരിക്കത്തില്ല ശരി. അഥവാ തെറ്റുപറ്റുകയാണ്, എല്ലാവർക്കും ഒന്നിച്ച് തെറ്റുപറ്റുമോ എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാം. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു, നീ ഞങ്ങളോട് പറയുന്ന പോലെ ഒന്നും നടക്കത്തില്ല, ദൈവം ഞങ്ങളെ വിടുവിക്കും. കാര്യം എന്താ? ഈ ആലയം ഇവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് എന്തുണ്ട്? വിടുതലുണ്ട്. അതാണ് അവരുടെ വാദത്തിന്റെ പ്രത്യേകത. ഞാൻ വിവരിക്കുന്നില്ല. ഇങ്ങനെ ദൈവവചനത്തിന്റെ രണ്ട് ചിന്ത, ഒരു ഇഷ്യൂ, രണ്ട് വീക്ഷണം. ഇത് നമ്മൾ എത്തി നിൽക്കുന്ന അവിടെ തന്നെയല്ലേ? ലോകം മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ ന്യായവിധിയുടെ എന്ന് ഞാൻ പറയുന്നു, ന്യായവിധിയാണെന്ന് പറയാൻ പലരും താല്പര്യപ്പെടുന്നില്ല. എന്തായാലും ഞാൻ വിചാരിക്കുന്നു ന്യായവിധിയോ അല്ലയോ, ദൈവത്തിന്റെ കൈ ഭൂമിയുടെ മേൽ വന്നു. ഇതിന് പല വീക്ഷണങ്ങളുണ്ട്. ഒരു ഗ്രൂപ്പ് പറയുന്നു നത്തിങ് ടു വറി, ജസ്റ്റ് ഓവർകം ഇറ്റ്. കഴിഞ്ഞ കാലങ്ങളൊക്കെ വന്നതുപോലെ ഇതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യും, ദ വേൾഡ് വിൽ ഓവർകം ഇറ്റ്, നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ മറുഭാഗത്ത് എന്ത് പറയുന്നു? ഇത് ദൈവസഭയ്ക്ക് ഒരുങ്ങിയിരിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് ദൈവസഭ എന്ത് ചെയ്യണം? തങ്ങളുടെ കുറ്റങ്ങൾ ഏറ്റുപറയണം, ആ വിരട്ടിലിരിക്കണം, വെണ്ണീറിലിരിക്കണം, കരയണം, നിലവിളിക്കണം. ഇതാണ് മറുഭാഗം. അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് ചിന്താഗതി, ഒരു വിഷയം, രണ്ട് ചിന്താഗതി. അപ്പോൾ എവിടെയാ ഉറച്ചു നിൽക്കേണ്ടത്? ഒരു വലിയ കൂട്ടം ആളുകൾ യിരെമ്യാവ് പറഞ്ഞതിൽ വിശ്വസിച്ചില്ല, അല്ലെ യിരെമ്യാവിലൂടെ വന്ന അരുളപ്പാട് വിശ്വസിച്ചില്ല. അതാണല്ലോ നമ്മുടെ ചിന്ത. ദൈവവചനം എന്നാണ് നമ്മുടെ ചിന്ത. അപ്പൊ യിരെമ്യാവിലൂടെ വന്ന അരുളപ്പാട് ശരിയാണ് എന്ന് വിശ്വസിച്ചില്ല. അങ്ങനെ മുന്നോട്ട് പോയി. ബാബിലോണിയർ വന്ന് പിടിച്ചോണ്ട് പോയി. അത് നടന്നു. ഈ ബാബിലോണിയർ വന്ന് ഇസ്രായേലിലെ അല്ലെ യഹൂദയെ വന്ന് പിടിച്ചോണ്ട് പോയി, ആലയമൊക്കെ തകർത്ത് കളഞ്ഞ് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള ഒരു ദൂതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കും. ഇത്രയും കാര്യം മുഖവരയായിട്ട് പറഞ്ഞത്, അത് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണം. യിരെമ്യാ പ്രവചനം 19 അധ്യായമുള്ള ഒരു പുസ്തകമാണ്. അത് മുഴുവൻ, അതിന്റെ ചരിത്രം മുഴുവൻ ഒറ്റ വാക്കി പറഞ്ഞ് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തോണ്ടാണ് കുറച്ച് വിവരിക്കേണ്ടി വന്നത്. അപ്പോൾ ഈ ബാബിലോണിയ ഇൻവേഷൻ കഴിഞ്ഞ ശേഷം 40-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ബാബേൽ രാജാവ് അഹീകാമിന്റെ മകനായ ഗെദല്യാവെ ദേശാധിപതിയാക്കിയെന്നും ബാബിലേക്ക് പിടിച്ചുകൊണ്ടു പോകാത്ത ദേശത്തിലെ എളിയവരായ പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും അവനെ ഏൽപ്പിച്ചു എന്നും നാട്ടിൻ പുറത്തുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും അവരുടെ ആളുകളും കേട്ടപ്പോൾ. Jeremiah chapter 40 verse 7. This is the post invasion. എന്താ പോസ്റ്റ് ഇൻവേഷൻ? ഗെദല്യാവ് എന്ന് പറയുന്ന ഒരാളെ ഈ രാജാവ്, ബാബേൽ രാജാവ് ഈ ഗെദല്യാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഈ റെംനന്റിനെ ഏൽപ്പിച്ചു. There was a remnant. അതായത് ബാബേൽ രാജാവിനോട് മത്സരിക്കാതെ ദേശത്ത് നിന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. There was a remnant. എല്ലാവരെയും ക്യാപ്ചർ ചെയ്ത് കൊണ്ടുപോയില്ല. So there was a remnant. ഈ റെംനന്റ് ആയ ആളുകളോട് ഈ ബാബേൽ രാജാവ് പറഞ്ഞു, യു സ്റ്റേ. എന്താ അവർക്ക് കൊടുത്ത ജോലി അടുത്ത അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവരോട് പറഞ്ഞത്, നിങ്ങൾ ദേശത്തിൽ എന്ത് ചെയ്യണം? പഴം, എണ്ണ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശേഖരിച്ച് ഈ ദേശത്ത് തന്നെ പാർത്തുകൊള്ളുക. യു സ്റ്റേ ഇൻ ദിസ് പ്ലേസ്. നോ, പ്രൊവൈഡഡ് ദാറ്റ് യു ഷുഡ് ബി സബ്ജക്റ്റഡ് ടു മൈ കൺട്രി. ബാബേൽ രാജ്യത്തിന്റെ സബ്ജക്ഷനിൽ പാർക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ യു ക്യാൻ സ്റ്റേ ഇൻ യുവർ കൺട്രി. ദാറ്റ് പ്രൊവിഷൻ ആൾസോ വാസ് ഗിവൺ ടു ജെറമയ. ജെറമയോട് പറഞ്ഞു, നിനക്ക് എന്റെ കൂടെ ബാബേലിലേക്ക് വരാമെങ്കിൽ ഞാൻ നിനക്ക് എല്ലാ ഫെസിലിറ്റിയും ബാബിലോണിൽ തരാം. ബട്ട് ഇഫ് യു പ്രിഫർ ടു സ്റ്റേ ഇൻ ദിസ് കൺട്രി യു ക്യാൻ സ്റ്റേ. സോ യിരെമ്യാവ് എന്ത് ചെയ്തു? യിരെമ്യാവ് ബാബിലോണിലേക്ക് പോയില്ല. അവന് യഹൂദയിൽ പാർക്കാൻ, തന്റെ ജനത്തോടുകൂടെ പാർക്കാൻ, അവിടെ ആ റെംനന്റിനോടുകൂടെ പാർത്തു.
ഇങ്ങനെ റെമനന്റിനോടുകൂടെ പാർത്തുകൊണ്ടിരിക്കുന്ന നാളുകളിൽ യിരെമ്യാവ് വീണ്ടും സംസാരിച്ചു. എന്താ യിരെമ്യാവ് വീണ്ടും സംസാരിച്ചത്? ജെറമയ സ്റ്റാർട്ടഡ് പ്രൊഫസൈ, ജെറമയ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ്. എന്താ പറഞ്ഞത്? ദൈവം നിങ്ങൾക്ക് വരുത്തിയിരിക്കുന്ന ഈ വലിയ പ്രതിസന്ധി, ഈ ഇൻവേഷൻ, അതെല്ലാം കഴിഞ്ഞ് നമുക്കറിയാം ഒരു പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ ഈ ആഫ്റ്റർ ഇൻവേഷൻ മനുഷ്യരുടെ എല്ലാം അകത്ത് എപ്പോഴും ഒരു ഭയമുണ്ട്. ഈ റെമനന്റായ ആളുകൾ പല വീക്ഷണമുള്ളവരാ. ചിതറിപ്പോയി, കുറെ ആൾക്കാരെ മിസ്ബയിലേക്ക് ചിതറിപ്പോയി, കുറെ ആൾക്കാർ അയൽ രാജ്യങ്ങളിലേക്കൊക്കെ ചിതറിപ്പോയി. ദേ വെന്റ് ഇൻ ഹൈഡിങ് ടു റെസ്ക്യൂ ദംസെൽഫ്. ഇങ്ങനെ ഗെദല്യാവിനെ രാജാവാക്കി എന്ന് കേട്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ ഈ രാജ്യം അല്ലെങ്കിൽ ഒരു ചെറിയ ആളെ, ഒരു ഗവർണറെ ഈ ദേശത്താക്കി എന്ന് ഈ ഓടിപ്പോയ ആളുകളെല്ലാം കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു? They all came back. They all came back under the leadership of Gedaliah and they slowly started living. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്തു? ഈ അവിശ്വാസമുള്ള കുറെ ആളുകളുണ്ട്. അവര് പറഞ്ഞു ഇനിയും വരും. ഇതുവരെ അവൻ വരത്തില്ലെന്നാ പറഞ്ഞേ. നോക്കട്ടെ, നിങ്ങൾ ആ കോൺട്രാഡിക്ഷൻ നോക്കണം കേട്ടോ. യിരെമ്യാവ് പറഞ്ഞു ബാബിലോൺ രാജാവ് വരും വരും. അപ്പൊ ഇതുവരെ അവര് പറഞ്ഞു വരത്തില്ലെന്ന് പറഞ്ഞു. യിരെമ്യാവ് പറഞ്ഞതുപോലെ വന്ന് എല്ലാവരും പിടിച്ചോണ്ടും പോയി, ബാക്കിയുള്ളവർ ദേശത്ത് വിട്ടിട്ടും പോയി. ഗെദല്യാവിനെ അവരുടെ ഗവർണറുമാക്കി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ബാബിലോൺ വരത്തില്ലെന്ന് പറഞ്ഞവര് ഇപ്പൊ പറയാണ് ബാബിലോൺ ഇനിയും വരും. അപ്പൊ യിരെമ്യാവ് പറഞ്ഞു വരത്തില്ല, പക്ഷെ അവര് പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കത്തില്ല. നോക്കണേ, കോൺട്രാഡിക്ഷൻ നോക്കണേ. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് അറിയത്തില്ല ഞാൻ പറഞ്ഞ കാര്യം. See, once they said the prophet Jeremiah is speaking lie, Babylon is not going to invade us. Then they said what you said is lie, we will not trust in you. But invasion came. A lot of people were carried. Some people were left over, and the emperor himself appointed Gedaliah and said, you stay here, you are safe, nothing problem, you do your agriculture, you collect oil, you collect fruits and everything, and you store it. Now ഭണ്ഡാരങ്ങൾ ഉണ്ടാക്കി, പാണ്ഡികശാല ഉണ്ടാക്കി, ബാൺസ് ഉണ്ടാക്കി, ഓയിൽ കളക്ട് ചെയ്ത് ഇവിടെ പാർത്തു കൊള്ളുക. യു ഹാവ് ഫ്രീഡം. കാര്യം എന്താ? എന്നോട് മത്സരിച്ച ആളുകളെല്ലാം ഞാൻ നശിപ്പിച്ചു കളഞ്ഞു, എന്നോട് മത്സരിച്ചവരെ ഞാൻ പിടിച്ചോണ്ട് പോയി. Those who are subjected to me, you can stay here, you are safe. അപ്പൊ അവര് പറഞ്ഞില്ല ഞങ്ങൾ ഇവിടെ പാർക്കത്തില്ല. ഇതാ ഞാൻ കഴിഞ്ഞ ഒരു ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു സന്ദേശം എത്ര പേര് ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കാം. ഈ COVID-19 ശേഷം വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും. ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് നാച്ചുറലി ലാൻഡ് സ്ലൈഡ് അല്ല, ഫെയ്ത്തിന് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും. വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും. കഴിഞ്ഞ ഒരു 15 വർഷത്തിന് മുമ്പ് ഈ ദുരുപദേശങ്ങളുടെ ഒരു വലിയ പ്രളയം ഉണ്ടായെങ്കിൽ ആഫ്റ്റർ കോവിഡ് ഉണ്ടാകാൻ പോകുന്ന ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അന്തിക്രിസ്തുവിന്റെ ചിന്തകൾക്ക് സപ്പോർട്ട് നൽകുന്ന ഒരു ഉപദേശം വരും. നമ്മൾ എഴുതി വെച്ചോ. ഇപ്പൊ ദുരുപദേശമാണ് നമ്മളെ സഭയെ ബാധിക്കുന്നത്. ഇനി ആഫ്റ്റർ കോവിഡ് സംഭവിക്കാൻ പോകുന്നത് അന്തിക്രിസ്തുവിനെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം ആളുകൾ സഭയ്ക്കകത്തുണ്ടാകും. നിങ്ങൾ വിചാരിക്കും അന്തിക്രിസ്തുവിനെ പിന്തുണയ്ക്കുന്ന ഉപദേശം എവിടുന്നാ വരുന്നേ? അവനും ഈ അന്തിക്രിസ്തു വരുന്നുണ്ടെ അന്തിക്രിസ്തു ഈ 2 കൊമ്പും വെച്ച് കറുത്തൊരു കോട്ടിട്ടൊണ്ടൊന്നുമല്ല വരുന്നേ. പിന്നെ അവൻ എങ്ങനെയാ വരുന്നേ? ഹി കംസ് ത്രൂ ദ ചർച്ച്. ഹി കംസ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ചർച്ച്. He comes with the support of the politician. He comes with the support of the nations. He comes with the support of the people. ആരുടെ സപ്പോർട്ട് ഇല്ലാതെ, രാഷ്ട്രീയ സപ്പോർട്ട് ഇല്ലാതെ, മതസംഘടനകളുടെ സപ്പോർട്ട് ഇല്ലാതെ, രാഷ്ട്രങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ, ജനതകളുടെ സപ്പോർട്ട് ഇല്ലാതെ വരുന്നവനല്ല അന്തിക്രിസ്തു. പിന്നെ ഇവരുടെ എല്ലാം സപ്പോർട്ടോടുകൂടി വരുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ പോസ്റ്റ് കോവിഡ് അവന്റെ വീക്ഷണങ്ങൾക്ക് തല കുനിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം ദൈവസഭയിലുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഘോരം നിങ്ങളോട് പ്രസംഗിക്കുന്നത്. എന്താ കാര്യം? ഇതിനകത്ത് നിന്നോണം. ഇതിനെ മാറ്റി പഠിപ്പിച്ച് കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ ഇച്ചിരി ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ നിൽക്കാം. അത് സാഹചര്യം അനുസരിച്ച് യുക്തി സഹജമാണെന്ന് തോന്നുന്ന ഇന്റർപ്രിട്ടേഷനും പഠിപ്പീരുകളും പ്രസംഗങ്ങളുമാണ് ആഫ്റ്റർ കോവിഡ് വരാൻ പോകുന്നത്. ഇത്രയും നാളും ഉപദേശകരമായ
കുറെ ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ ഇറങ്ങി കുറെ എണ്ണത്തിന് തെറ്റിച്ചു. എന്നാൽ ഇനി വരാൻ പോകുന്നത് മതസംഘടനകളുടെ സപ്പോർട്ടോടുകൂടി, ഇൻക്ലൂഡിങ് ചർച്ച് സപ്പോർട്ടോടുകൂടി, ലോകത്തിൽ കർത്താവിനെതിരായി വരുന്ന എതിരിന്റെ ശക്തിയെ അനുകൂലിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ദൈവസഭയിൽ ഉടലെടുക്കുവാൻ, അങ്ങനെ ഒരു കൂട്ടത്തെ ഒരുക്കിയെടുക്കുന്ന വലിയ പഠിപ്പീരികളുടെ ഒരു പ്രളയമാണ് അടുത്ത കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ആണ്ടുകളിൽ. ഞാനൊരു ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്യുന്നില്ല. Maybe in another 10 years, maybe in another 50 years, maybe in another 20 years, I don't know. But there will be a lot of people, they says that it is logically right to stay with him. നമ്മുടെ ഈ കടുംപെട്ട് ഉപദേശം കൊണ്ട് നിന്ന ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ന്യായമായി ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങേണ്ട കാലമാണെന്ന് പഠിപ്പിക്കുന്ന പഠിപ്പീരുകളും അതിനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടവും ഈ കാലത്തിൽ എഴുന്നേറ്റ് വരും. കർത്താവിന്റെ സന്നിധിയിൽ പോകാൻ, അന്തിക്രിസ്തുവിനോട് എതിരിട്ട് പോകാൻ ജീവിക്കുന്ന ദൈവ പൈതങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായില്ലെങ്കിൽ, വചനത്തിന്റെ അടിത്തറയിൽ കൃത്യതയോടെ ഉറച്ചില്ലെങ്കിൽ, ഇതേ വചനത്തിൽ നിന്നുകൊണ്ട് ഇതേ പുസ്തകം എടുത്തുകൊണ്ട് നമ്മളെ വിശ്വാസത്തിന്റെ നിർമ്മലതയിൽ നിന്ന്, ഏകാഗ്രതയിൽ നിന്ന് തെറ്റിക്കുന്ന ഒരു ശക്തിയുടെ വ്യാപാരം ഇരമ്യാവ് പ്രവചിച്ചതുപോലെ വടക്ക് നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. വടക്ക് നിന്ന് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ലിറ്ററലി ആ പ്രത്യേക ദിശ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. There is a force on work today. എന്തിന്? നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു കൂട്ടത്തെ അടർത്തിയെടുത്ത് അവന് സ്തുതിപാഠകരാക്കി മാറ്റുന്ന, എന്നാൽ അതിന്റെ മധ്യത്തിൽ 50 വർഷമായി 60 വർഷമായി കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്ന, അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ പോലും അവന്റെ വഞ്ചനയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ ദൈവ വചനത്തിന്റെ നിർമ്മലമായ സത്യത്തിൽ ഞാൻ നിങ്ങൾ ഉറച്ചു നിന്നോണം. More than ever before, the time demands us to turn back to God's word. ഞാൻ ഇരമ്യാവിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയതാ. Let us come and conclude to that. എന്താ conclude with that? എന്താ ഇരമ്യാവ് പറഞ്ഞത്? ഇവിടെ പാർക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് വലിയൊരു പ്രതിസന്ധി വന്നു, നിങ്ങൾക്ക് ഇൻവേഷൻ വന്നു. എന്നാൽ ഗെദല്യാവിനെ രാജാവ് അപ്പോയിന്റ് ചെയ്തു. അപ്പൊ അവർക്കൊരു പ്രശ്നം, ഈ ഗെദല്യാവ് എന്ന് പറയുന്ന ആള് ഈ ബാബിലോണിയ രാജാവിന്റെ സബ്ജക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇൻ സബ്ജക്ഷൻ ഓഫ് ബാബിലോണിയൻ രാജാവിന്റെ അധീനത്തിൽ ഭരണം നടത്തുന്ന ഒരാളാണ് ഗെദല്യാവ്. അപ്പൊ അതുകൊണ്ട് ഗെദല്യാവിനെ വിശ്വസിക്കാൻ ഇവർക്ക് താല്പര്യമില്ല. They are not supposed to trust. They don't trust ഗെദല്യ. അതുകൊണ്ട് അവർ പറഞ്ഞു, അതിന് താഴോട്ട് നമ്മൾ വാക്യമ്പോൾ നമ്മൾ കാണുന്നത്, ഈ യോഹന്നാൻ എന്ന് പറയുന്ന ഒരാള് വന്ന് പറയുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. 11-ാം വാക്യം. അങ്ങനെ തന്നെ മോവാബിലും, വേഴ്സ് 11, അങ്ങനെ തന്നെ മോവാബിലും അമ്മോന്യയിലും ഇടയിലും ഏദോമിലും മറ്റു ദേശങ്ങളിലും ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരും ബാബേൽ രാജാവ് യഹൂദയിൽ ഒരു ശേഷിപ്പിനെ വെച്ചിട്ടുണ്ട്. ഷഫാത്തിന്റെ മകനായ അഹിയാക്കിമിന്റെ മകനായ ഗെദല്യാവ് അവർക്ക് അധിപതിയായിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ സകല യഹൂദന്മാരും അവർ ചിതറിപ്പോയിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് മടങ്ങി യഹൂദാ ദേശത്ത് വന്ന് ഗെദല്യാവിന്റെ അടുക്കയിൽ മിസ്പയിൽ വന്ന് വീഞ്ഞും പഴവും അനവധിയായി ശേഖരിച്ചു. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. സോ ലോട്ട് ഓഫ് പീപ്പിൾ എവിടേക്കാ ചെതറിപ്പോയത്? മോവാബിലേക്ക് ചെതറിപ്പോയി, അമ്മോനിലേക്ക് ചെതറിപ്പോയി, ഏദോമിലേക്ക് ചെതറിപ്പോയി, മറ്റ് ദേശങ്ങളിൽ നിയർ ബൈ കൺട്രീസിലെല്ലാം ചെതറിപ്പോയ ആളുകളെല്ലാം ദേ സ്ലോലി സ്റ്റാർട്ടഡ് കം ബാക്ക്, ഫ്ലോയിങ് ബാക്ക് ടു ജെറൂസലേം. അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരിൽ ചില ആളുകള്, അതിലൊരാളെ കുറിച്ച് പറയുന്നുണ്ട്, ഇസ്മായേൽ. അതിന്റെ 11-ാം വാക്യത്തിന്റെ താഴോട്ടുള്ള വാക്യം വായിച്ചാട്ട്. എന്നാൽ കോരഹിന്റെ മകൻ, 13-ാം വാക്യം, വേഴ്സ് 13. Can you project that verse 13? എന്നാൽ കാരേഹിന്റെ മകനായ യോഹാനാനും നാട്ടിൻപുറത്ത് പാർത്തിരുന്ന എല്ലാ പടത്തലവന്മാരും ഇസ്മയിൽ ഗെദല്യാവിന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്നെ കൊന്നുകളയേണ്ടതിന് അമ്മോന്യരുടെ രാജാവായ ബാലിസ് നെഥന്യാവിന്റെ മകനായ ഇസ്മായേലിനെ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുന്നുമോ എന്ന് ചോദിച്ചു. അഹീക്കാമിന്റെ മകനായ ഗെദല്യാവോ അവരുടെ വാക്ക് വിശ്വസിച്ചില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ യോഹന്നാൻ എന്ന് പറയുന്ന കാരേഹിന്റെ മകനായ യോഹന്നാന് നാട്ടിൻപുറത്ത് പാർത്തിരുന്ന എല്ലാ പടത്തലവന്മാരും വന്നിട്ട് ദേ പ്രൊപ്പോസ്ഡ് അനദർ വ്യൂ. അവർ പറഞ്ഞു, ഗെദല്യാവേ,
നീ സേഫ് അല്ല, നിനക്ക് ബാബിലോൺ തരുന്ന സേഫ്റ്റി ഒന്നും നിനക്ക് സേഫ് അല്ല. സംബഡി ഈസ് മേക്കിംഗ് എ പ്ലോട്ട് അഗെയിൻസ്റ്റ് യു. നിന്നെ കൊന്നുകളയാൻ ഒരു പ്ലോട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ സേഫ് ആയിരിക്കണമെങ്കിൽ നീ ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കണം. ലെറ്റ് us ഗോ ബാക്ക് ടു ഈജിപ്റ്റ്. നമുക്ക് ഈജിപ്തിലേക്ക് പോകാം. ഇതാണ് അവിടെ നമ്മുടെ ആ ചിന്തയുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് അവിടെയാണ്. ഞാൻ പറയാം, വീട്ടിൽ പോയി നിങ്ങൾ എല്ലാവരും വായിച്ചോണം. ഇവരെല്ലാവരും എന്താ പറഞ്ഞത്? ഇസ്മായേല് നിന്നെ കൊന്നുകളയാൻ വേണ്ടിയൊക്കെ കൂട്ടം കൂട്ടുന്നുണ്ട്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അതിനെതിരെ ഞങ്ങളുടെ കൂടെ നിന്നാ ഞങ്ങൾ നിന്നെ സഹായിക്കാം. സോ വി വിൽ ഗോ ബാക്ക് ടു ഈജിപ്റ്റ് അഗെയിൻ. അപ്പൊ ഇരമ്യാവ് പറഞ്ഞു, ഞാൻ അവിടെ ചിന്ത അവസാനിപ്പിക്കാം. ഇരമ്യാവ് പറഞ്ഞു, ഡോണ്ട് ഗോ ബാക്ക് ടു ഈജിപ്റ്റ്. അപ്പോഴും അവർ വിശ്വസിച്ചില്ല. അവർ പറഞ്ഞു, ഇങ്ങനെ പറയാൻ ഇരമ്യാവിന്റെ അടുക്ക ചെന്ന് പറഞ്ഞു. അതൊക്കെ കുറച്ച് നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചെങ്കിലേ മനസ്സിലാകുള്ളൂ. 41-ാം അധ്യായം നമ്മള് പൂർണ്ണമായിട്ട് നിങ്ങൾ വീട്ടിലൊന്ന് ചെന്ന് വായിക്കണം. എന്നാൽ അത് നമുക്ക് 43-ാം അധ്യായത്തിലേക്ക് വരാം. ലെറ്റ് us come back to chapter 43. 43-ൽ എന്താണ് കാണുന്നത്? 43:2. ഹോശേയാവിന്റെ മകനായ അസരിയാവും കാരേഹിന്റെ മകനായ യോഹനാനും അഹങ്കാരികളായ പുരുഷന്മാരൊക്കെ ഇരമ്യാവോട്, നീ ഭോഷ്ക് പറയുന്നു, ഇസ്രായേലിൽ ചെന്ന് പാർക്കേണ്ടതിന് അവിടെ പോകരുതെന്ന് പറയാൻ ഞങ്ങളുടെ ദൈവമായ യഹോവ നിന്നെ അയച്ചു. നോക്കണേ, ഇറ്റ്സ് സംതിങ്. നോ, ദൈവത്തിന്റെ ആലോചന വളരെ വ്യക്തമായിട്ട് ഇരമ്യാവ് 50-60 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നൊന്നും അവർ കേട്ടില്ല. ഇപ്പോൾ ഇൻവേഷൻ കഴിഞ്ഞിട്ട് ഇരമ്യാവ് പറഞ്ഞു, നിങ്ങൾ അഹങ്കാരികളായ പുരുഷന്മാരാണ്, നിങ്ങൾ പറയുന്നത് പോലെ അല്ല, ഇൻവേഷൻ ഈസ് ഓവർ. Now God has kept a remnant in Judea and God is going to flourish you here. This is the plan of God. If you stay in me and in my provision in my land, there is a safety. Therefore you should stay according to my word. എന്താ പറഞ്ഞു? ഇരമ്യാവ് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഇനി ഇൻവേഷൻ വരില്ല. ഈ ദേശത്ത് ദൈവത്തിന്റെ ന്യായവിധി കഴിഞ്ഞു. ദൈവത്തിന്റെ പ്രവൃത്തി, he has done it. The invasion is over. Now God is going to restore you here and keep you here. നിങ്ങൾ എന്ത് ചെയ്യണം? പഴങ്ങളെ, പഴങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോലെ പെരിഷബിൾ ആയ പഴങ്ങളല്ല, അത്തിപ്പഴം. അതൊക്കെ ദീർഘവർഷങ്ങൾ ഉണക്കി കാക്കാവുന്ന സാധനമാണ്. അതുപോലെ ഒലിവിന്റെ പഴം, അത് ദീർഘവർഷങ്ങൾ സൂക്ഷിക്കാവുന്ന സാധനമാണ്. അതുപോലെ മുന്തിരി, അത് ഉണക്കി സൂക്ഷിക്കാവുന്ന സാധനമാണ്. യെരുശലേമിൽ ഇസ്രായേൽ മക്കളിലുള്ള എല്ലാ പഴങ്ങളും എന്ത് ഉണക്കി സൂക്ഷിക്കാവുന്ന പഴങ്ങളാണ് കൂടുതൽ. ഒലിവ് സൂക്ഷിക്കാവുന്ന പഴമാണ്, അത്തി സൂക്ഷിക്കാവുന്ന പഴമാണ്, മുന്തിരി സൂക്ഷിക്കാവുന്ന പഴമാണ്, ഒലിവിന്റെ എണ്ണ അത് സൂക്ഷിക്കാവുന്ന സാധനം. അതുകൊണ്ട് പറഞ്ഞു, യു മേക്ക് ബിഗ് ബാൺസ്, വലിയ പാണ്ഡികശാലകൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? ഇതെല്ലാം സൂക്ഷിച്ചിട്ട് ഇവിടെ സുരക്ഷിതമായി പാർത്തോളാൻ പറഞ്ഞു. അപ്പൊ യോഹന്നാനും ടീമുകളും എല്ലാം വന്നിട്ട് പറഞ്ഞു, ഗെദല്യാവിനെ കൊന്നുകളയുന്നത്. അവൻ പറഞ്ഞ പോലെ പ്ലോട്ട് ഉണ്ടാക്കി, ഇസ്മായിൽ നിന്നെ കൊല്ലുവാൻ വരുന്നൊക്കെ പറഞ്ഞ പോലെ അവൻ പ്ലോട്ട് ഉണ്ടാക്കി, ഇസ്മായിൽ വന്നു കൊന്നു. അപ്പോഴും ഇരമ്യാവ് പറഞ്ഞു, കൊന്നതിന് ശേഷമുള്ള കാര്യം ഞാൻ പറഞ്ഞു. അപ്പോഴും ഇരമ്യാവ് പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇസ്മായിൽ വന്ന് ഗെദല്യാവിനെ കൊന്നു എന്നുള്ളതെല്ലാം ശരിയാണ്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ആലോചന, യു സ്റ്റേ ബാക്ക് ഇൻ ദ ലാൻഡ്, യു സ്റ്റേ ബാക്ക് ഇൻ ദ ലാൻഡ്. പക്ഷെ അവർ കേട്ടോ? അവർ കേട്ടില്ല. അതിന്റെ ആ ഒരു ആന്റി ക്ലൈമാക്സ് എന്ന് പറയുന്നത്, ഇരമ്യാവ്, പ്രവചിച്ച പ്രവാചകനായ ഇരമ്യാവിനും ഇവരോടുകൂടെ മിസ്രൈമിലേക്ക് പോകേണ്ടി വന്നു. ബിക്കോസ് ആസ് there is a political move, a spiritual leader has no existence without the social movement. അപ്പൊ ഈ സോഷ്യൽ മൂവ്മെന്റ് വളരെ ശക്തമായതുകൊണ്ട് അവർ ഇരമ്യാവിനെ പിടിച്ചോണ്ട് പോയി. ഇരമ്യാവിനോട് പറഞ്ഞു, നിനക്കൂടെ നിൽക്കാൻ പറ്റത്തില്ല, നീ ഞങ്ങളോട് വന്നേ പറ്റത്തുള്ളൂ പറഞ്ഞ് ഇരമ്യാവിനെ പിടിച്ചോണ്ട് എങ്ങോട്ട് പോയി? ബാബിലോണിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മിസ്രൈമിലേക്ക് ഓടിപ്പോയി. പോകുന്ന വഴിക്ക് പ്രവചിച്ചോണ്ട് പറഞ്ഞു, അങ്ങോട്ട് ഈ മിസ്രൈമിലേക്ക് കടന്ന ആ കവാടം അങ്ങോട്ട് കടന്നിടത്ത് കുറെ കല്ല് നാട്ടിയിട്ട് അവിടെ വെച്ച് പറഞ്ഞു, ഇവിടെയും വരും അവൻ, നിങ്ങൾ ഓടിപ്പോയാൽ രക്ഷപ്പെടത്തില്ല. നിങ്ങൾ ഇപ്പോഴും മിസ്രൈമിനെ ആശ്രയിച്ച് ഓടിപ്പോവുകയാണല്ലോ. ഓടിപ്പോകുന്ന അടുക്കൽ നിങ്ങൾ യെരുശലേമിൽ പാർത്താൽ നിങ്ങൾ രക്ഷപ്പെടും. പക്ഷെ മിസ്രൈമിലേക്ക് ഓടിപ്പോയാൽ അവിടെ ഞാൻ ബാബിലോണിലെ അയച്ച് നിങ്ങളെ ഒറ്റ ഒരുത്തനെ ഇല്ലാതെ അവിടെ കൊല്ലുന്നു. നോക്കണേ ദൈവമക്കളെ, ദൈവവചനം നമുക്ക് ചൂണ്ടുപലക തരുമ്പോ നമ്മൾ അടിസ്ഥാനപ്പെടേണ്ടത് ദൈവാലോചനയിലാണ്. അതിന് വിപരീതമായി നമ്മുടെ ബുദ്ധി 1000 കാര്യങ്ങൾ പറയും. അതിന് വിപരീതമായി നമ്മളെക്കാൾ ജ്ഞാനികളായ കാര്യങ്ങൾ 1000 കാര്യങ്ങൾ പറയും. സിറ്റുവേഷൻ വിൽ സേ അതർവൈസ്, സിറ്റുവേഷൻ വിൽ ഡിമാൻഡ് ടു തിങ്ക് അതർ വേ. സാഹചര്യം നമ്മളെ നമ്മുടെ സാഹചര്യം, ഇപ്പം
പോസ്റ്റ് ഇൻവേഷൻ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ എവിടെയെങ്കിലും പോയി ആശ്രയിക്കുക എന്നുള്ളത് ബുദ്ധിസഹജമായ ഒരു തീരുമാനമാണ്. അല്ലെന്നല്ല, ഈ യോഹന്നാനും ഇവരൊക്കെ എടുത്ത ഈ തീരുമാനം ഇരമ്യാവിനെ കൂടെ പിടിച്ചോണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയത് പ്രാക്ടിക്കൽ തിങ്കിങ്ങാ. അല്ലാതെ അത് അൺപ്രാക്ടിക്കലായ കാര്യമല്ല. ഇറ്റ്സ് ലോജിക്കൽ കൺക്ലൂഷനാ. പക്ഷെങ്കിൽ ലോജിക്കൽ കൺക്ലൂഷൻ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളെ കണക്ട് ചെയ്തതിന് അവസാനിപ്പിക്കാം. There will be lot of people bringing a certain views of the Bible which is so connected with the logical practical thinking. പ്രാക്ടിക്കൽ തിങ്കിങ് ആയിരിക്കും. അവർ പറയും നമുക്ക് പ്രായോഗികമായിട്ട് ചിന്തിക്കണം. പ്രായോഗികമായിട്ട് ചിന്തിച്ചാൽ എന്തുവാ കൺക്ലൂഷൻ? ഗോ ബാക്ക് ടു ഈജിപ്റ്റ്. പ്രായോഗികമായിട്ട് ചിന്തിച്ചാൽ എന്താ? ഈ ബാബിലോൺ രാജാവ് ആക്കി വെച്ച ഗെദല്യാവിനെ പോലും മിസ്പയിൽ നിന്ന് ഒരുത്തം, ഇസ്മായേൽ എന്ന് പറയുന്ന ഒരുത്തം വന്ന് കൊന്നെങ്കിൽ, അമോന്യരിൽ നിന്ന് ഒരുത്തം വന്ന് കൊന്നെങ്കിൽ, പിന്നെ ഈ ബാക്കി ഇരിക്കുന്ന ഒരു രാജാവാക്കി വെച്ച ഒരുവനെ ആ ഒരുത്തം വന്ന് കൊന്നെങ്കിൽ പിന്നെ സാധാരണ പൗരന്റെ കാര്യം പറയാനുണ്ടോ? അപ്പൊ അവർ പ്രായോഗികമായിട്ട് ചിന്തിക്കുന്നത് തെറ്റുണ്ടോ? ഗെദല്യാവിനെ ഇവൻ കൊന്നെങ്കിൽ ഞങ്ങളുടെ കാര്യം, പടത്തലവന്മാരുടെ കാര്യം പിന്നെ വല്ലതും ചിന്തിക്കാനുണ്ടോ? അപ്പൊ അവർ പ്രായോഗികമായിട്ട് ചിന്തിച്ചു, if this is what is happening with a person, a governor, what is going to happen with the normal people? So പ്രായോഗികമായിട്ട് ചിന്തിച്ചാൽ നാച്ചുറൽ കൺക്ലൂഷൻ എന്താണ്? ബെറ്റർ ട്രസ്റ്റ് ഇൻ someone else. നമ്മളെ സഹായിക്കാൻ കഴിയുന്ന. അപ്പൊ ഈജിപ്റ്റ് ഇങ്ങനെ ഓഫറും കൊടുത്ത് കാത്തിരിക്കുക, ഇങ്ങോട്ട് വന്നു ഞങ്ങൾ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് അവർക്ക് ഇങ്ങനെ ഓഫറും കൊടുത്തു നിൽക്കുക. അപ്പൊ അവർ പറഞ്ഞിടാ ഒരു ഓഫർ ഉണ്ട്, നമ്മളെ സൂക്ഷിക്കാം, നമ്മളെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് നമ്മളെ ഇവിടെ വെൽക്കം ചെയ്ത് വിളിക്കുമ്പം നമ്മൾ ഈ ചെറിയ പോക്കറ്റ് പോലുള്ള ഈ യെരുശലേമിനകത്തില് ആലയം പോയി, പുരോഹിതം പോയി, സകലരും പോയി, നല്ലവരുള്ളതിനെ പിടിച്ചോണ്ട് പോയി. പിന്നെ ഈ കുറച്ചു പേരായിരുന്നു, ഗെദല്യാവിനെ അവർ കൊന്നു. ബാക്കി ഈ പടത്തലവന്മാരായ ഞങ്ങൾ ഈ ചെറിയ സംസ്ഥാനത്ത് പാർക്കുന്നതിനകത്ത് എന്തുവാ ലോജിക്കുള്ള? ഒരു ലോജിക്കും ഇല്ല. അതുകൊണ്ട് എന്താ, ഞങ്ങളെക്കാൾ വലിയ, ഞങ്ങൾക്ക് സംരക്ഷണം തരാൻ പറ്റുന്ന, ഞങ്ങൾക്ക് ചിറകടി വിരിച്ചു നിൽക്കുന്ന ഈ മിസ്രൈമിലേക്ക് ഓടിപ്പോകുന്ന അല്ലേ ലോജിക്കലി നല്ലത്? അതെ. പക്ഷെ ദൈവാലോചന എന്തുവാ? ദൈവാലോചന വളരെ വ്യക്തമാണ്. നീ യെരുശലേമിൽ പാർത്താലേ നിനക്ക് രക്ഷയുള്ളൂ. യെരുശലേമിൽ ആരെല്ലാം പാർക്കുന്നോ, ദൈവാലോചന ആരെല്ലാം ശ്രദ്ധിക്കുന്നോ, ഇളകിപ്പോകാതെ പ്രായോഗിക ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും പ്രവർത്തിക്കാതെ ദൈവത്തിന്റെ വചനത്തിലെ വാക്തത്വങ്ങൾ ഉവ എന്ന് വിശ്വസിച്ച് ദൈവം നിന്നെ കാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മഹാമാരിയിൽ നിന്നെ സൂക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവന്റെ ചിറകടിയിൽ നിന്നെ കാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരനർത്ഥവും കൂടാതെ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവന്റെ രക്തം നിന്റെ കട്ടക്കാലും കുറുമ്പടിമേലും പെരട്ടി സംഹാരങ്ങൾ നിന്നെ കാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് വിശ്വസിക്ക്. ബുദ്ധി പറയുന്നത് വിശ്വസിക്കരുത്, സാഹചര്യം പറയുന്നത് വിശ്വസിക്കരുത്. What the word of God says. ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ എന്തിലേക്കാ വരേണ്ടത്? ദൈവവചനത്തെ പറയുന്നത് പോലെ വിശ്വസിക്കുന്ന, ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ വിശ്വസിക്കും. മരണം വന്നാലും മരിക്കേണ്ടി വന്നാലും ദൈവവചനം പറഞ്ഞ വാക്കിനെ അവിശ്വസിച്ച് ഞാൻ ബുദ്ധിയുടെ ഒരു നിലപാട് എടുക്കത്തില്ല. If God said it, I will believe it. അതായിരിക്കണം നമ്മുടെ അടിത്തറ. എത്ര പേര് ഈ ദിവസങ്ങളില്, എനിക്കറിയാം, ഒരു സന്ദേശമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, പക്ഷെങ്കിൽ അതിനകത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തി, ദൈവാത്മാവ് ഉൾപ്പെടുത്തി നമ്മോട് സംസാരിച്ചു. ദൈവമക്കളെ, വിശ്വാസത്തിന് ഭയങ്കര ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ പോകുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ അന്ത്യകാലത്തിൽ വിശ്വാസം സംബന്ധിച്ചുണ്ടാകുന്ന സകല പ്രതിസന്ധികളും നമ്മൾ നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പോകുന്ന ഒരു കാലത്തിലാണ് നമ്മൾ വരുന്നത്. എവിടെ നമ്മൾ ഉറയ്ക്കും? ദൈവവചനത്തെ അവിശ്വസിക്കുവാൻ, ദൈവവാക്തത്വങ്ങളെ അവിശ്വസിക്കുവാൻ നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലം പറയുമ്പോൾ, സാഹചര്യം പറയുമ്പോൾ, നമുക്ക് ഓഫർ തരുന്ന മിസ്രൈം അപ്പുറത്ത് നിന്ന് നമ്മളെ കൈകാട്ടി മാടി വിളിക്കുമ്പോൾ, യെസ് എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുമ്പോൾ എവിടെ നമ്മൾ നിൽക്കും? സാഹചര്യം പറയുന്ന മിസ്രൈമിലേക്ക് പോകുമോ? ബുദ്ധി പറയുന്ന മിസ്രൈമിലേക്ക് പോകുമോ? അതോ ദൈവവചനം പറയുന്ന യഹൂദയിൽ പാർക്കുമോ? If God says you stay back in Judea, you stay back there. നമുക്കറിയാം, ഞാൻ ആ ചരിത്രം പറയുന്നില്ല, നിങ്ങൾ ദൈവവചനം പഠിക്കണം. ആ അധ്യായങ്ങൾ താഴോട്ട് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. Everyone who went to Egypt, listening to their logic, listening to their practical assessment, Babylon came and destroyed
this Babylon came and destroyed Egypt. Everybody were destroyed. പക്ഷെങ്കിൽ ഒരു ചെറിയ കൂട്ടം who stayed back believing the promises of prophet Jeremiah, they were rescued from all this chaos and situation. അവരിലൂടെയാണ് ദൈവജനത്തിന്റെ യഹൂദന്റെ മടങ്ങി വരവുണ്ടായ റെംനന്റ്. യെശയ്യാ പ്രവചനത്തിലെ വാക്യങ്ങളോട് കണക്ട് ചെയ്യണമെന്ന് എനിക്കുണ്ട്. പറഞ്ഞു, നീ പേടിക്കണ്ട ഹിസ്കിയാവേ, നീ പേടിക്കണ്ട, താഴെ വേരൂന്നി മുകളിൽ ഫലം കായ്ക്കുന്ന ഒരു ശേഷിപ്പിനെ ഞാൻ ഇവിടെ ശേഷിപ്പിക്കും. ആരാണ് ആ ശേഷിപ്പ്? ദൈവവചനം പറയുന്നത് അതുപോലെ വിശ്വസിക്കുന്ന, ദൈവവചനം പറയുന്നത് അതുപോലെ വിശ്വസിക്കുന്ന ഒരു ചെറിയ കൂട്ടം കർത്താവിന്റെ വരവിലും എടുക്കപ്പെടുന്നത് ആ ഒരു കൂട്ടമാകട്ടോ. ദൈവവചനം പറയുന്നതനുസരിച്ച് കാത്തിരിക്കുന്ന ഒരു കൂട്ടമാണ് കർത്താവിന്റെ വരവിൽ പോകുന്നത്. ഇന്ന് പകൽക്കാലം കൺക്ലൂഷൻ എത്താൻ പറ്റിയില്ലെങ്കിലും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അവിടെ അവസാനിപ്പിക്കുക. എന്താണ് നമ്മുടെ രണ്ടാമത്തെ അടിത്തറ? ദൈവവചനമാണ് അടിത്തറ. എങ്ങനെയാണ് ദൈവവചനത്തിൽ അടിത്തറയിടേണ്ടത്? നമ്മുടെ ബുദ്ധി കൊണ്ടല്ല അസസ് ചെയ്യേണ്ടത്, സിറ്റുവേഷന്റെ ബേസ്ഡ് അല്ല അസസ് ചെയ്യേണ്ടത്. ദൈവം പറഞ്ഞു, ഞാനത് വിശ്വസിക്കും. ദൈവം എന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു, ഞാനത് വിശ്വസിക്കും. കലർപ്പില്ലാത്ത, സംശയമില്ലാത്ത ദൈവവചനത്തിന്റെ വിശ്വാസത്തിൽ അടിത്തറപ്പെടുന്ന ദൈവ പൈതലേ, എന്നെയും നിങ്ങളെയും കാക്കാൻ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ചിന്തയിലേക്ക് പോയി അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ അവിടെ നിർത്തുക. Let us bow down our heads and look to the Lord in prayer. കർത്താവ്, ഈ ദിവസങ്ങളില് ഞങ്ങളെ നിന്റെ വചനത്തിൽ ഉറച്ച് നിർത്തണമേ, അടിസ്ഥാനപ്പെടുത്തി നിർത്തണമേ. എന്തെല്ലാം ഇളകി മറിഞ്ഞാലും, ലോകം മുഴുവൻ ഇളകി മറിഞ്ഞാലും, കർത്താവെ നിന്റെ വചനത്തെ ആഴമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായി കർത്താവെ തീരുവാൻ സ്വർഗ്ഗമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ഈ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നേറുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. നമ്മൾ we are just going for the breakout room. 4 പേരാണ്. I think Stanley, how many minutes it is? 15 minutes. Yes, 15 minutes it will be, and we'll come back again, and then you can pray and close. Just a minute. There is a network issue here, so hospital. Okay, Bijo and Cicely Andy, they were Cicely Andy വന്നിട്ടുണ്ടോ? ഇല്ല. They were not able to join because of the network issue. So let me update. കോശങ്ങള് സൗഖ്യം പ്രാപിച്ചു വരുന്നു, എന്നാൽ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം മെഡിക്കൽ ഡോസ് പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷമേ ഡിസ്ചാർജിന്റെ കാര്യം തീരുമാനിക്കുകയുള്ളൂ. സോ ഹി ഈസ് റിക്കവറിംഗ്. ലെറ്റ് us continue to pray. ആ കാര്യം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഓർപ്പിക്കുന്നു. ലെറ്റ്സ് ഗോ ടു ദ ബ്രേക്ക് ഔട്ട് റൂം.